ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും അറിവിൻ്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് സാധാരണയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ആസ്ട്രൽ ട്രാവൽ. ആക്ച്വലി ആസ്ട്രൽ ട്രാവൽ എന്ന് പറയുന്നത് ഒരു പാരാസൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. പാരാസൈക്കോളജി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതീന്ദ്രിയ മനഃശാസ്ത്രം എന്ന് പറയും. അതീന്ദ്രിയ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആശയവിനിമയം നടത്തുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുമെല്ലാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അതായത് കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ത്വക്ക് ഇവയാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതും ആശയവിനിമയം നടത്തുന്നതുമെല്ലാം. എന്നാൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം, ഒരു ശരാശരി മനുഷ്യൻ്റെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം തന്നെ പരിധികളും പരിമിതികളുമുണ്ട്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതിക്ക് പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാരാസൈക്കോളജി എന്നുള്ള വിഷയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിഷയമെന്ന് പറഞ്ഞാൽ അതൊരു വളരെയധികം കാര്യങ്ങളുടെ ഒരു സമാഹാരമാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വളരെയധികം ഇൻഫർമേഷൻസ്, വളരെയധികം അറിവുകൾ അവിടെയുണ്ട്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതി ഞാനൊന്ന് ലഘുവായിട്ട് പറഞ്ഞ് മുന്നോട്ട് പോകാം. അതായത് സാധാരണ നിങ്ങൾക്കറിയാം, നമുക്ക് ഇരുട്ടിൽ, വെളിച്ചത്തിൻ്റെ അഭാവത്തിൽ കാഴ്ച സാധ്യമല്ല. അപ്പോൾ കാഴ്ച സാധ്യമല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒബ്ജക്റ്റുകൾ ഇല്ലാഞ്ഞിട്ടല്ല, വസ്തുക്കൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമുക്കത് സാധിക്കുന്നില്ല. എന്നാൽ ചില പക്ഷികൾക്കും മൃഗങ്ങൾക്കുമെല്ലാം അത് സാധിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ചെവിയുടെ, നമുക്ക് കേൾക്കാനുള്ള കഴിവിനെടുത്തു കഴിഞ്ഞാൽ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുള്ള ശബ്ദതരംഗങ്ങൾ മാത്രമാണ് ഒരു സാധാരണ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്. 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയിലുള്ള ശബ്ദതരംഗങ്ങൾ മാത്രം. അതിനും അർത്ഥം അതിനപ്പുറം ഇപ്പുറം ഒന്നും ശബ്ദതരംഗങ്ങൾ ഇല്ല എന്നുള്ളതല്ല. ഒരു ശരാശരി വ്യക്തിക്ക് കേൾക്കാൻ സാധ്യമല്ല, അത്രയേ ഉള്ളൂ. മൂക്കിൻ്റെയും നാവിൻ്റെയും ത്വക്കിൻ്റെയും ഒക്കെ കാര്യമെടുത്താലും ഇത് തന്നെയാണ്, പരിധികളും പരിമിതികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന വ്യക്തിഗത പരിമിതികൾക്കപ്പുറവും കാര്യങ്ങളുണ്ട്, വസ്തുതകളുണ്ട്. ഈ വസ്തുതകളെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് പാരാസൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെ നടക്കുന്നത്. ഇതിനെ ശാസ്ത്രീയമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു കാര്യത്തെ ശാസ്ത്രീയമെന്ന് പറയണമെങ്കിൽ അതിനെ കൃത്യമായിട്ട് തെളിവുകൾ കൊണ്ട്, സിദ്ധാന്തങ്ങൾ കൊണ്ട്, ഉപകരണങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുത്തലുകൾ ഉണ്ടാകണം, അല്ലേ? അതല്ലാതെ കൃത്യമായിട്ടുള്ള തെളിവുകളില്ലാത്ത കാര്യങ്ങളെ പൊതുവിൽ ശാസ്ത്രം അംഗീകരിക്കില്ല. ഈ പാരാസൈക്കോളജി എന്ന് പറയുന്ന ആ മേഖലയിലെ പല കാര്യങ്ങൾക്കും ഇന്നും കൃത്യമായിട്ടുള്ള തെളിവുകളില്ല. പലപ്പോഴും പലതിനെയും സിദ്ധാന്തങ്ങൾ കൊണ്ട് സമർത്ഥിക്കാനും സാധ്യമല്ല. അപ്പോൾ ഈ തെളിവുകളില്ലാത്തതും സിദ്ധാന്തങ്ങൾ കൊണ്ട് സമർത്ഥിക്കാൻ സാധിക്കാത്തതും അവിടെ വസ്തുതകൾ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഉപകരണങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും ഒക്കെ പരിമിതി അല്ലെങ്കിൽ അഭാവം തന്നെയാണ്. ശാസ്ത്രം ഇനിയും കൂടുതൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ഉപകരണങ്ങളും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളും സിദ്ധാന്തങ്ങളുമൊക്കെ കണ്ടെത്തുന്ന സമയത്ത് ഈ മേഖലയിൽ ഉള്ള കാര്യങ്ങളിൽ പലതിലും, ഇതുവരെയുള്ള നിരീക്ഷണങ്ങളിലും പഠനങ്ങളിലും പലതിലും കൂടുതൽ കൃത്യതയും വ്യക്തതയും വരുത്താൻ സാധിക്കും. അപ്പോൾ അത്രയും കാലം കൂടുതൽ വ്യക്തതയും കൃത്യതയും വരുത്തുന്നത് വരെയുള്ള സമയം ഈ മേഖലയിൽ പഠനം നടത്തുന്ന വ്യക്തികൾ അവരവരുടെ അനുഭവങ്ങളിലൂടെ ആർജിച്ച ചില നിഗമനങ്ങൾ മാത്രമാണ് അവിടെ പ്രമാണങ്ങളായിട്ടുള്ളത്. അപ്പോൾ അനുഭവങ്ങളിലൂടെ ആർജിച്ച നിഗമനങ്ങളെന്ന് പറയുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ ആർജിച്ച നിഗമനങ്ങളായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പലതിലും വ്യത്യസ്തതകളും വൈരുദ്ധ്യതകളും ഒക്കെ ഉണ്ടാകാം. വൈരുദ്ധ്യതകൾ ധാരാളമുണ്ട്. അപ്പോൾ അതിന് കാരണം വ്യക്തികൾ വ്യത്യസ്തരാണ്. ഈ പറഞ്ഞതുപോലെ വ്യക്തികൾ അവരവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പഞ്ചേന്ദ്രിയങ്ങൾക്കും വ്യത്യസ്തതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിധത്തിലുള്ള ഇൻഫർമേഷൻസിനും വ്യത്യസ്തതകളും വൈരുദ്ധ്യതകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ പറയുന്ന അനുഭവങ്ങളിലൂടെ ആർജിച്ച അറിവുകളുടെ ഒരു ക്രോഡീകരണം, അതാണ് ഈ മേഖലയിലുള്ളത്. പാരാസൈക്കോളജി എന്നുള്ള മേഖലയെക്കുറിച്ച് വളരെ ചുരുക്കി പറയാനുള്ളത് ഇതാണ്. ഈ മേഖലയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്,
ഒത്തിരി വിവരങ്ങളുണ്ട്. ഇപ്പോൾ പ്രേതമെന്ന് പറയുന്ന വിഷയം, ഗോസ്റ്റ് ഹണ്ടിങ്, പ്രേത നിരീക്ഷണം, പ്രേതങ്ങളെ കുറിച്ചുള്ള പഠനം, പാരാനോമലായിട്ടുള്ള മറ്റ് ഊർജ്ജങ്ങളെക്കുറിച്ചുള്ള പഠനം, അതുപോലെ തന്നെ ടെലിപ്പതി, ടെലികൈനസിസ്, സൈക്കോകൈനസിസ്, ഓജോ ബോർഡ്, അതുപോലെ ഒന്നാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ഓർ ആസ്ട്രൽ ട്രാവലിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ഈ ആസ്ട്രൽ ട്രാവലിംഗ് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപരിചിതമാണ് എങ്കിൽ പോലും ഇത് പൊതുവിൽ നമ്മൾ കേട്ടു തുടങ്ങിയത് തിരുവനന്തപുരത്ത് കുറച്ചു കാലം മുമ്പ് കേതൽ എന്ന് പറയുന്ന ഒരു കുട്ടി അവൻ നടത്തിയ ഒരു കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോഴാണ് സാധാരണക്കാർ ആസ്ട്രൽ ട്രാവലിംഗ് എന്ന് കേട്ടു തുടങ്ങിയതും അന്വേഷിക്കാൻ തുടങ്ങിയത്. പക്ഷെ ആ സംഭവത്തിനെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് വാസ്തവത്തിൽ ഈ പറയുന്ന ആസ്ട്രൽ ട്രാവലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, അവിടെ സംഭവിച്ചിരിക്കുന്നത് അയാൾ ചെയ്ത ഒരു കുറ്റകൃത്യത്തെ ഒന്ന് മറച്ചു വെക്കാൻ അല്ലെങ്കിൽ ഒന്ന് വഴിമാറ്റി വിടാൻ വേണ്ടി തന്ത്രപൂർവ്വം മെനഞ്ഞ ചില കഥകൾ മാത്രമാണ്. അതിലപ്പുറം റിയൽ ആസ്ട്രൽ പ്രൊജക്ഷനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അത് നമുക്ക് പോകുന്ന വഴിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു വ്യക്തിയെ കൊല ചെയ്തിട്ടോ അല്ലെങ്കിൽ അപകടപ്പെടുത്തിയിട്ടോ ചെയ്യുന്ന ഒന്നുമല്ല ആസ്ട്രൽ പ്രൊജക്ഷൻ. അത് തികച്ചും നാച്ചുറലായിട്ട് സംഭവിക്കേണ്ടുന്ന ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാക്കാം. ഇനി എന്താണ് ശരിക്കും ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് നോക്കാം. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് ആസ്ട്രൽ ബോഡി അഥവാ സൂക്ഷ്മശരീരത്തിന് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ അതിനെ ബോധം എന്നോ ആത്മാവ് എന്നോ ഒക്കെ പറയാം. ഒന്നുകൂടി വരാം. കാരണം എനിക്ക് തോന്നുന്നു പല വിധത്തിലും പല നിലവാരത്തിലുമുള്ള വ്യക്തികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അഥവാ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ ഇടയിൽ സംശയം ചോദിക്കേണ്ട സമയത്തൊന്ന് ചോദിക്കുക, നമുക്ക് പറയാം. അതായത് ഈ പറയുന്ന ശരീരത്തെ ചൈതന്യപൂർവ്വം നിലനിർത്തുന്ന, അതായത് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സംസാരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഊർജം, ഈ ഊർജത്തെയാണ് ബോധം എന്നോ ആത്മാവ് എന്നോ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം എന്നോ ഒക്കെ പറയുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഈ പറയുന്ന ഫിസിക്കൽ ബോഡിയിൽ നിന്നും ഈ പറയുന്ന ആസ്ട്രൽ ബോഡി അഥവാ ഊർജം, ബോധം, ആത്മാവ്, അത് വേർപെട്ട് പുറത്തേക്ക് പോകുന്ന ഈ പ്രക്രിയയാണ് സാധാരണഗതിയിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നിയേക്കാം, ഈ ശരീരത്തിൽ നിന്നും ബോധം വേർപെട്ട് കഴിഞ്ഞാൽ, ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ മരണം സംഭവിക്കില്ലേ എന്ന്. ഇല്ല, ഈ കാര്യത്തിൽ സംഭവിക്കില്ല. അതിനും ചില കാരണങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. എന്തുകൊണ്ട് ശരീരത്തിൽ നിന്ന് ബോധം വേർപെട്ട് കഴിഞ്ഞാലും മരണം സംഭവിക്കുന്നില്ല ഈ കാര്യത്തിൽ എന്ന് ഞാൻ പറയാം. സാധാരണ മരണമെന്ന് പറയുന്നത് തന്നെയാണ്, ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നതിന് തന്നെയാണ് മരണമെന്ന് പറയുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഈ സാഹചര്യത്തിൽ അത് സംഭവിക്കില്ല. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് പിന്നാലെ വരാം. അപ്പോൾ ആസ്ട്രൽ ട്രാവലിങ്ങിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്ന മറ്റൊരു ഏരിയ കൂടിയുണ്ട്. അതുകൂടി ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യങ്ങൾക്കൊരു പൂർണ്ണത വരൂ, അല്ലെങ്കിൽ ചില സംശയങ്ങൾ അവിടെ ബാക്കി നിൽക്കും. ആസ്ട്രൽ ട്രാവലിങ്ങിന് ഏകദേശം സമാനമെന്ന് തോന്നുന്ന മറ്റൊരു കാര്യമാണ് ലൂസിഡ് ഡ്രീമിങ്. ഇതെല്ലാം പാരസൈക്കോളജിയിൽ വരുന്ന സംഗതികളാണ് കേട്ടോ. ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ സ്വപ്നം കാണാറുണ്ട് അല്ലേ, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മളത് സ്വപ്നമാണെന്ന് അറിയുന്നില്ല. അതിലെന്താണോ സംഭവിക്കുന്നത് അതിലെ ഒരു കഥാപാത്രമായിട്ട് തന്മയത്വത്തോടു കൂടി നമ്മൾ കടന്നു പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഭയപ്പെടാനുള്ള കാര്യമാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഭയപ്പെടും, സന്തോഷിക്കാനുള്ള കാര്യമാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ സന്തോഷിക്കും. ഇതെല്ലാമാണ് സംഭവിക്കുന്നത്. സ്വപ്നമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്വപ്നത്തിൻ്റെ മുകളിൽ നമുക്ക് ഒരു നിയന്ത്രണവുമില്ല. പക്ഷേ ലൂസിഡ് ഡ്രീമിങ്ങിൽ അങ്ങനെയല്ല. നമ്മൾ കാണുന്നത് സ്വപ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും എന്നാൽ സാധാരണ സ്വപ്നങ്ങളെ പോലെ തന്നെ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നമുക്ക് ആസ്വദിക്കാനും സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് ലൂസിഡ് ഡ്രീമിങ്. മാത്രമല്ല മറ്റൊരു കാര്യമുണ്ട്, സ്വപ്നങ്ങൾ നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ ആഗ്രഹപ്രകാരമല്ല നമ്മൾ കാണുന്നത്. പക്ഷെ ലൂസിഡ് ഡ്രീമിങ് അങ്ങനെയല്ല. കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള കാഴ്ചകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു പ്രത്യേക വ്യക്തിയോടൊപ്പം ഇടപെടുന്ന ഒന്നാണ് നമുക്ക് അനുഭവിക്കുന്ന ഒന്നാണ് നമുക്ക് കാണേണ്ടത്. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ശരിക്കും ഒരു യഥാർത്ഥ സ്വപ്നത്തിലെന്ന പോലെ തന്നെ
ഏകദേശം യാഥാർത്ഥ്യത്തിന് സമാനമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഏകദേശം യാഥാർത്ഥ്യത്തിന് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, സ്വപ്നത്തിലെ യാഥാർത്ഥ്യം. സ്വപ്നത്തിലെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അവിടെ ആശയക്കുഴപ്പം വേണ്ട. നമ്മൾ സാധാരണ വിഷ്വലൈസേഷൻ, ദിവാസ്വപ്നം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ദിവാസ്വപ്നം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സങ്കല്പം മാത്രമാണ്. അവിടെ കാര്യമായിട്ടുള്ള ഫീലൊന്നും ഉണ്ടാവുന്നില്ല, ചെറിയ ഫീലുകളൊക്കെ സാധാരണ ഉണ്ടാവും, അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയില്ല, സ്വപ്നത്തിൽ അങ്ങനെയില്ല. നമ്മൾ പലപ്പോഴും സ്വപ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വപ്നവും യാഥാർത്ഥ്യവും തിരിച്ചറിയുന്നേ ഇല്ല. എന്നാൽ ലൂസിഡ് ഡ്രീമിങ്ങിൽ അത് സ്വപ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വപ്നം എന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ നമുക്കാവാം. അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയാവണം, എന്താകണം, ആ സ്വപ്നത്തിൽ ഒരാളെ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ടോ, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ടോ, ഇതെല്ലാം നമുക്ക് സ്വയം തീരുമാനിക്കാൻ സാധിക്കും. ഇതാണ് ലൂസിഡ് ഡ്രീമിങ്. പക്ഷേ ഈ ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് തികച്ചും ഭാവന മാത്രമാണ്. അതിലേർപ്പെടുന്ന വ്യക്തിയുടെ വെറും ഭാവന മാത്രമാണ് ലൂസിഡ് ഡ്രീമിങ്. അതിന് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. എന്നാൽ ഈ ലൂസിഡ് ഡ്രീമിങ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമത്തിലെ ഒരു ഗംഭീരമായിട്ടുള്ള ടെക്നിക്കായിട്ട് ഉപയോഗപ്പെടുത്താം. അത് നമുക്ക് മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഇപ്പോൾ നമ്മൾ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ വിഷയം വിട്ടുപോകും. അതിലേക്ക് കടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ലൂസിഡ് ഡ്രീമിങ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതെങ്ങനെ ലോ ഓഫ് അട്രാക്ഷനിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ആവശ്യമെങ്കിൽ അത് നമുക്ക് മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ആസ്ട്രൽ പ്രൊജക്ഷനിലേക്ക് വരാം, ആസ്ട്രൽ ട്രാവലിങ്ങിലേക്ക് വരാം. ആസ്ട്രൽ ട്രാവലിങ്ങിലെ അനുഭവങ്ങൾ ഞാൻ ആദ്യം പറയാം. ഒരുപക്ഷെ ബോധപൂർവമല്ലെങ്കിൽ പോലും നിങ്ങളിൽ പലരും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും ഇതിനോടകം. അതായത് സ്വാഭാവികമായിട്ട് പൊതുവായിട്ടുള്ള അനുഭവങ്ങളെന്ന് പറയുന്നത് ചില വ്യക്തികളെ, സ്ഥലങ്ങളെ, സാഹചര്യങ്ങളെ ഒക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പോലും നമ്മുടെ മനസ്സിലൊരു ഫീൽ ഉണ്ടാകും, ഇത് ഞാൻ ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട്, ഇതേ വിധത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇപ്പം നമ്മളൊരു ദൂരയാത്രയ്ക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വിനോദയാത്രയ്ക്ക് പോവുകയാണ്. നമ്മളൊരു വലിയ കൊട്ടാരം കാണുകയാണ്. ആ കൊട്ടാരം പുറത്തു നിന്ന് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നും, അയ്യോ ഇവിടെ ഞാൻ വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ മുന്നിലൊരു പ്രത്യേക വിധത്തിലുള്ള പ്രതിമയുണ്ടെങ്കിൽ ഇത് ഞാൻ ഇതേ വിധത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. അതല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രത്യേക വിധത്തിലുള്ള ടൂറിസ്റ്റ് വാഹനം അതിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ. ഈ കൊട്ടാരവും പ്രതിമയും ഓൾറെഡി അവിടെ ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ടൂറിസ്റ്റ് വാഹനം എന്ന് പറയുന്നത് ലൈവാണ്. ആ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പോഴും തോന്നും, ഈ വാഹനം അന്നും ഞാൻ കണ്ട സമയത്തും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയും യുണീക്കായിട്ടുള്ള ഒരു ക്രൗഡ് അവിടെ നിൽക്കുന്നുണ്ടെന്നിരിക്കട്ടെ, ഒരു പ്രത്യേക വേഷം ധരിച്ച ഒരു ക്രൗഡ്, കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ തോന്നും, ഇതേ വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതേ ഇടത്ത്, ഇതേ സാഹചര്യത്തിൽ, ഇതേ വ്യക്തികളെ ഞാൻ ഇതിനു മുൻപും വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്കറിയാം, നമ്മൾ ശരിക്കും അവരെ ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്, ഫസ്റ്റ് ടൈം തന്നെയാണ് അവരെ കാണുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് തോന്നും, ഞാനിവരെ കണ്ടിട്ടുണ്ട്, ഇതേ ആളെ എനിക്ക് നല്ല പരിചയമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇതേ ഡ്രസ്സിൽ, ഇപ്പോൾ അദ്ദേഹം ഏത് വസ്ത്രമാണോ ധരിച്ചിരിക്കുന്നത് ഇതേ വസ്ത്രധാരണത്തോടു കൂടി കണ്ടിട്ടുണ്ട്, ഇതേ ഹെയർ സ്റ്റൈലോട് കൂടി കണ്ടിട്ടുണ്ട്. ഇപ്പം അല്ലെങ്കിൽ കയ്യിൽ ചിലപ്പോൾ ഒരു ബാഗ് ഉണ്ടാകും, ഈ ബാഗും ഉണ്ടായിരുന്നു ഞാനെന്ന് കാണുമ്പോൾ. അതായത് ഇപ്പോൾ ഞാൻ കാണുന്നത് എങ്ങനെയാണോ ഇത് തന്നെ ഞാൻ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? അതുപോലെ സംഭവങ്ങൾ, സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ. ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ട് ഒരു പ്രത്യേക വിധത്തിലുള്ള വാഹനം ദൂരസ്ഥലത്ത് നിന്ന് ഇങ്ങനെ വരികയാണ്, വേഗത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കും, ഇതേ സാഹചര്യത്തിൽ ഇതേ വാഹനം ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ആ വാഹനത്തിന് പെട്ടെന്ന് ഒരു ട്വിസ്റ്റ്, ചിലപ്പോൾ അതൊന്ന് സഡൻ ബ്രേക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇത് ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിട്ടുണ്ട്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കും, ഒന്ന് ചാറ്റിലിട്, കാണട്ടെ എത്ര പേർക്ക് ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അത് പരമാവധി ചാറ്റിലിട്ടോളും. അപ്പോൾ ഇതെല്ലാം, ഈ വിധത്തിലുള്ള അനുഭവങ്ങളുടെ കാരണം ഒരു പക്ഷേ ബോധപൂർവമല്ലാത്ത
ആസ്ട്രൽ പ്രൊജക്ഷൻ ആകാം. ഞാൻ ചേർത്തു, ഒരു പക്ഷേ ബോധപൂർവമല്ലാത്ത ആസ്ട്രൽ പ്രൊജക്ഷൻ ആകാം. ഒരു പക്ഷേ എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വേറെയും കാരണങ്ങളുണ്ടാകാം. ആസ്ട്രൽ പ്രൊജക്ഷൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, വേറെ കാരണങ്ങളും ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ആ കാരണങ്ങളിലൂടെ എല്ലാം കടന്നു പോകാം. ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, സയൻറ്റിഫിക് ആൻഡ് സൈക്കോളജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആദ്യം തരാം. അതിൻ്റെ പ്രധാനപ്പെട്ടതും പൊതുവായിട്ടുള്ളതുമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്, ഈ പറഞ്ഞതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും കാഴ്ചകൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ കാരണം എന്നാന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കൊട്ടാരം നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, ചിലപ്പോൾ മറ്റൊരു രാജ്യത്തിലായിരിക്കും, ഈജിപ്തിലോ പാരീസിലോ എവിടെയെങ്കിലും മറ്റൊരു രാജ്യത്ത് മറ്റൊരിടത്തായിരിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് ആ രാജ്യത്തിൽ പോകുന്നത്. അപ്പോഴാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ നമുക്കറിയാം, ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടില്ല എന്നറിയാം. പക്ഷേ നിങ്ങൾ കണ്ടിരിക്കുന്ന ഈ കൊട്ടാരം, അല്ലെങ്കിൽ ഏകദേശം ആ കൊട്ടാരത്തിന് സമാനമായിട്ടുള്ള എന്തോ ഒന്ന് നിങ്ങളൊരിക്കലും ഒരു ചിത്രത്തിലോ ഒരു മൂവിയിലോ കണ്ടിട്ടുണ്ടായേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ അയാൾ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാകാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അയാൾ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന കണ്ട സമയത്ത്, നിങ്ങളുടെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത്, ഇപ്പോൾ ഈഫൽ ടവറിന് മുന്നിൽ ഒരാൾ, നിങ്ങളുടെ സുഹൃത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ അയാൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്വയം സങ്കല്പിക്കും, ഇതിൻ്റെ മുന്നിൽ ഞാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാകും. എൻ്റെ പോയിന്റ് മനസ്സിലായോ? ഇതിൻ്റെ മുന്നിൽ, ഈഫൽ ടവറിന് മുന്നിൽ ഞാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഈ സങ്കല്പം നമുക്കറിയാം, നമ്മുടെ സബ് കോൺഷ്യസിനെ സംബന്ധിച്ചിടത്തോളം അതിന് സങ്കല്പം ഏതാണ്, യാഥാർത്ഥ്യം ഏതാണെന്ന് തിരിച്ചറിയില്ല. സോ ഇതവിടെ ഒരു ഇമേജായിട്ട് പതിയും. ഈ പറയുന്നത് സങ്കല്പമാണെങ്കിൽ പോലും അത് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഒരു ഇമേജായിട്ട്, ഒരു ഡേറ്റായിട്ട്, ഒരു ചിത്രമായിട്ട് അതവിടെ പതിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും, അപ്പോൾ ഇത് മനസ്സിലായല്ലോ, ഇത് അവിടെ പതിഞ്ഞിരിപ്പുണ്ട്. ഈഫൽ ടവറിന് മുന്നിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു ചിത്രം ഇവിടെ ഓൾറെഡി പതിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ഈ ഡേറ്റയോട് കൂടിയിട്ടാണ് നിങ്ങൾ ശരിക്കും റിയാലിറ്റിയിൽ ഈഫൽ ടവറിന് മുന്നിൽ എത്തുന്നത്. അപ്പോൾ ഈ ഈഫൽ ടവർ കണ്ട ഉടൻ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നി, അയ്യോ ഞാനിവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ. അപ്പോഴും ഈ ഇതേ പ്രതിമ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഈ പ്രതിമ നിങ്ങൾ അവിടെ കണ്ടതാ, ചിത്രത്തിൽ കണ്ടതാ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ വാസ്തവത്തിൽ നിങ്ങളുടെ ബ്രെയിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കിളി പോയ അവസ്ഥയിലെത്തി. ഞാൻ കുറച്ച് പച്ചയ്ക്ക് പറയാം. നമ്മൾ കിളി പോയ അവസ്ഥ എന്ന് പറഞ്ഞാൽ, കിളി പോവുക എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി പറഞ്ഞാൽ കോൺഷ്യസ് ഒന്ന് ഡൗൺ ആവുന്ന അവസ്ഥ. അത് ഞാൻ പച്ചയ്ക്ക് പറയുന്നത് കിളി പോവുക എന്ന് പറയുന്നത്. കോൺഷ്യസ് ഒന്ന് ഡൗൺ ആവുന്ന അവസ്ഥയിലേക്ക് എത്തി. കോൺഷ്യസ് ഡൗൺ ആയാൽ എന്താ സംഭവിക്കുക? സബ് കോൺഷ്യസ് ഒരല്പം കൂടി ആക്റ്റീവ് ആകും. സബ് കോൺഷ്യസിൻ്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ, ഇവന് സത്യമേതാ മിഥ്യേതാ യാഥാർത്ഥ്യമേതാ എന്നൊന്നും അറിയില്ല, അല്ലേ? മനസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കറിയാം. അവന് സത്യമേതാ മിഥ്യേതാ യാഥാർത്ഥ്യമേതാ ഒന്നും അവനറിയില്ല. അപ്പോൾ അവൻ ഓൾറെഡി ഇങ്ങനെ ഒരു നിഗമനത്തിൽ നിൽക്കുക, എന്താ, ഞാനിവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അവന് വേണ്ടത് എന്താ? അതിന് കൂടുതൽ പ്രൂഫാണ് വേണ്ടത്, കൂടുതൽ തെളിവുകളാണ് വേണ്ടത്. അപ്പോഴവൻ കാണുന്നത് അപ്പുറത്തൊരു പ്രത്യേക വിധത്തിലുള്ള വാഹനം നിർത്തിയിട്ടുണ്ട്. ഇവൻ ഇതുമായിട്ട് കണക്ട് ചെയ്യും. വാസ്തവത്തിൽ ഈ വാഹനം പഴയ ചിത്രത്തിലുണ്ടായിരുന്നില്ല, പക്ഷേ ഇവൻ ഇതങ്ങ് കൂട്ടിച്ചേർക്കും, നമ്മൾ പോലും അറിയാതെ അവനങ്ങ് കൂട്ടിച്ചേർക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് കാര്യം എത്രയേ ഉള്ളൂ. ചില ആളുകൾ ഒരു പ്രത്യേക കാര്യം പറഞ്ഞ് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും. സമർത്ഥിക്കാൻ വരുമ്പോൾ ഒരാൾ അതിനെ ഖണ്ഡിക്കും. നിങ്ങൾ ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ചർച്ചയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ടി വി ചർച്ചകളിൽ. പറഞ്ഞു വരുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും അത് ശരിയല്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ അവർ വിട്ടുകൊടുക്കില്ല. അവർ എതിർവാദങ്ങൾ ഉന്നയിച്ചിട്ട് അതിനെ സമർത്ഥിക്കാൻ തന്നെ നോക്കും. അതുപോലെ ഇവിടെ സബ് കോൺഷ്യസും ഇതിനെ പാച്ചപ്പ് ചെയ്യാൻ പല സംഗതികളും അവിടെ കൊണ്ടുവയ്ക്കും. സത്യം പറഞ്ഞാൽ കോൺഷ്യസിനെ കൺഫ്യൂസ് ചെയ്യിക്കും. ഇതാണ് സംഭവിക്കുന്നത്. 1. 2 ക്ലിയറായോ? 2 ഞാൻ അതിൻ്റെ 1-2 കാര്യങ്ങളോട് പറഞ്ഞിട്ട് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് തരാം. 2, ചില വ്യക്തികളെ കാണുന്ന, ഇതിനൊക്കെ മറ്റു കാരണങ്ങളുണ്ട് കേട്ടോ, അതിലേക്കൊക്കെ നമുക്ക് വരാം. വൺ സൈഡ് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി മറ്റൊരു കാരണം, ചില വ്യക്തികളെ കാണുമ്പോൾ അയ്യോ ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നാറുണ്ട്. അതിന് 2-3 കാരണങ്ങളുണ്ട്. 1, ചിലപ്പോൾ ഈ വ്യക്തി ധരിച്ചിരിക്കുന്ന ഏകദേശം അതേ പാറ്റേണുള്ള വസ്ത്രത്തിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാകും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വാസ്തവത്തിൽ നിങ്ങളുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആയിരിക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ ആ സുഹൃത്തിൻ്റെ മുഖം പ്ലസ് ഈ ഡ്രസ്സിൻ്റെ പാറ്റേൺ, ഒരു പ്രത്യേക ഡ്രസ്സിൻ്റെ പാറ്റേൺ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു പുതിയ വ്യക്തിയെ കണ്ടപ്പോൾ ആ വ്യക്തിയെ വാസ്തവത്തിൽ നമുക്ക് അറിയില്ല, ബട്ട് ഈ ഡ്രസ്സിൻ്റെ പാറ്റേൺ നമ്മുടെ മനസ്സിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് ഈ ഡ്രസ്സിൻ്റെ പാറ്റേണും വ്യക്തിയും തമ്മിൽ അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യുമെന്ന് മോർഫ് ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നിങ്ങളോട് പറയും ഇയാളെ ഞാനിതുപോലെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇവിടെ മറ്റൊരു ചെറിയ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് എപ്പോഴും തോന്നില്ല. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകും എൻ്റെ ഫ്രണ്ടിനൊരു നീല ഷർട്ടുണ്ട്, പക്ഷേ ഈ നീല ഷർട്ട് വേറൊരാളിട്ട് പോകുന്ന സമയത്ത് അത് എൻ്റെ ഫ്രണ്ടാണെന്ന് അത്ര പെട്ടെന്ന് തോന്നില്ല. ചിലപ്പോൾ ദൂരെ നോക്കുന്ന സമയത്ത് തോന്നിയേക്കാം, പക്ഷെ അടുത്ത് കാണുന്ന സമയത്ത് നമുക്ക് തോന്നില്ല. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഈ ഫീൽ വരില്ല. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ മെമ്മറിയിലുള്ള ഡേറ്റകളിൽ ഇങ്ങനെ ഈ കൺഫ്യൂഷൻ സാധാരണഗതിയിൽ അത്ര പെട്ടെന്ന് വരാറില്ല. ഇത് വളരെ റയറായിട്ടുള്ള ഇമേജുകളിലാണ് ഇതുപോലെയുള്ള കൂട്ടിച്ചേർക്കലുകളും ഇതുപോലെയുള്ള കബളിപ്പിക്കലുമൊക്കെ സബ് കോൺഷ്യസ് വരുത്തിക്കൂട്ടി വെക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക വിധത്തിലുള്ള വസ്ത്രം, ഇപ്പോൾ ഒരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു കുർത്ത, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡിസൈനിലുള്ള മറ്റൊരു വസ്ത്രം, കോമൺ അല്ലാത്തൊരു വസ്ത്രം, ഇതുമായിട്ടൊരു വ്യക്തി നിൽക്കുമ്പോഴാണ് നമുക്ക് സാധാരണഗതിയിൽ ഈ സംശയം തോന്നുന്നത്. അതിന് കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബ്രെയിൻ കൺഫ്യൂസ് ചെയ്യിക്കുന്നതാണ്. ഇനി മറ്റൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിൽ മെജോറിറ്റിയും ഒരുപാട് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ കാണുന്ന വ്യക്തി ഓൾമോസ്റ്റ് ഇതേ ഡ്രസ്സിൽ ചെയ്തിരുന്ന ഒരു ഫോട്ടോ, ഒരു ഇമേജ് നമ്മൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ അവിടെ എവിടെയോ കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആയിരിക്കും നമ്മളിത് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടാവുക, പക്ഷേ ഇവിടെ സ്റ്റോറാകാൻ ചില സാഹചര്യങ്ങളിൽ അത് ധാരാളം മതി. എന്നിട്ട് അപ്പം നമ്മൾ ആദ്യം സ്റ്റോർ അയക്കുന്നത് പിക്ചറാണ്, ഇതേ വ്യക്തിയുടെ തന്നെ ഒരു സോഷ്യൽ മീഡിയ എന്നോ മറ്റോ കിട്ടിയ ഒരു ഇമേജാണ് ഇവിടെ സ്റ്റോർ ആയിരിക്കുന്നത്. എന്നാൽ ആ വ്യക്തിയെ നമ്മൾ കണ്ടപ്പോൾ വീണ്ടും നിങ്ങളുടെ സബ് കോൺഷ്യസ് പറഞ്ഞു ഈ വ്യക്തിയെ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്നുള്ളത്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സബ് കോൺഷ്യസിനെ സംബന്ധിച്ചിടത്തോളം അവന് സത്യവും മിഥ്യയും യാഥാർത്ഥ്യവും ഒന്നും തിരിച്ചറിയാനുള്ള ശേഷിയില്ല. ഞാൻ നേരത്തെ കണ്ടത് ചിത്രമാണ് എന്നറിയാനുള്ള ഒരു ശേഷി ചില സാഹചര്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് പൊതുവായിട്ടുള്ള നമുക്ക് സയൻറ്റിഫിക്കായിട്ട് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു കാരണം. ഓക്കെ, ഇനി രണ്ടാമത്തെ കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള മറ്റൊരു കാരണത്തിലേക്ക് വരാം. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ചില ഇലക്ട്രിക് ചാർജുകളുടെ അടിസ്ഥാനത്തിലാണ്. അടിസ്ഥാനത്തിലാണ്. ഈ ഇലക്ട്രിക് ചാർജുകളെ മെഷർ ചെയ്യാനെല്ലാം സാധിക്കും. EEG തുടങ്ങിയ എക്യുപ്മെൻറ്റുകളിലൂടെ ഹിപ്നോസിസിൻ്റെ ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് ചാർജുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബ്രെയിൻ എനർജി എന്ന് പറയുന്നത് 20 മുതൽ 24 വരെ സൈക്കിൾസ് പെർ സെക്കൻഡ് ആയിരിക്കും. സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ എനർജിയുടെ യൂണിറ്റിനെയാണ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. അതിന് ചുരുക്കിയിട്ട് CPS എന്ന് പറയും. ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബ്രെയിൻ എനർജി 20 മുതൽ 24 വരെയാണ്. ഇതിനെ ബീറ്റ എന്ന് പറയും. ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥയെ ബീറ്റ എന്ന് പറയും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഈ 20 മുതൽ 20നും 12നും ഇടയിൽ 20 മുതൽ 12 വരെ എന്നുള്ളത് ഓൾമോസ്റ്റ് ഒരു ട്രാൻസ് സ്റ്റേറ്റാണ്. ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഒരു മയക്കം അല്ലെങ്കിൽ ഹിപ്നോട്ടിക് സ്റ്റേറ്റാണ്. 20നും 12നും ഇടയിൽ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റാണ്. വേണമെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടില്ല. 20നും 12നും ഇടയിൽ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റാണ്, ഒരു ട്രാൻസ് സ്റ്റേറ്റാണ്, ഒരു മയക്കം ആണ്. ഇനി 12ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് ഉറക്കമാണ്. 12ന് താഴെ ഉറക്കം, 12 മുതൽ 20 വരെ ട്രാൻസാണ്, 20 മുതൽ 24 വരെ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. ക്ലിയറായോ? ഇത് സാമാന്യമായിട്ട് വെച്ചോളൂ. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഉള്ളത്? 20 മുതൽ 24 വരെയുള്ള അവസ്ഥയിലാണ് ഉണർന്നിട്ടാണ് ഉള്ളത്. വളരെ ലൈവാണ്. ഇനി ഈ 20 മുതൽ 24 വരെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഉണർന്നിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഈ 24 ഉണ്ടാവില്ല. അപ്പോൾ 20 മുതൽ 24 വരെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് സ്ഥിരമല്ല, അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും.
ഈ ഏറ്റക്കുറച്ചിലുകൾ എന്തിനെ അടിസ്ഥാനമാക്കിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്രമാത്രം ആക്റ്റീവായിരിക്കുന്നോ അതിനനുസരിച്ചിട്ട് ബ്രെയിൻ എനർജി കൂടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ബ്രെയിൻ എനർജി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ കൂടുതലായിരിക്കും. ചിലപ്പോൾ ഒരു 23 24 ഒക്കെ തന്നെയായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബ്രെയിൻ എനർജി അത്രമാത്രമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു 21 അല്ലെങ്കിൽ 22 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 20 ഉണ്ടാവുള്ളൂ. എന്നാലോ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എല്ലാവരുടെയും ബ്രെയിൻ എനർജി ഒരേ മാതിരിയുമല്ല. കാരണം നിങ്ങളിൽ ചിലർ വളരെ ആക്റ്റീവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും, ചില ആൾക്കാർ അതിന് എഴുതുന്നുണ്ടാകും, ചില ആൾക്കാർ ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ ആലസ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ എല്ലാം ബ്രെയിൻ എനർജികളിൽ വ്യത്യാസമുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? എക്സാക്ട്ലി. കമൻ്റ് ഇടുമ്പോൾ എനർജി കൂടും, ബ്രെയിൻ എനർജി കൂടുമെന്ന് ആരോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ശരിയാണ്. അതുകൊണ്ട് കൂടി തന്നെയാണ് നിങ്ങളോട് ഞാൻ ഇടയ്ക്ക് കമൻ്റ് ഇടാനൊക്കെ പറയുന്നത്. കാരണം ഇങ്ങനെ ഇരുന്നിരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു മയക്കത്തിലേക്ക് പോകും, പിന്നെ ഇങ്ങനെ ഞെട്ടി ഉണ്ട്. പക്ഷേ ഒരു കമൻ്റ് ഇടുമ്പോഴേക്കും ഒന്ന് എനർജറ്റിക് ആവും, ബാക്കി പറയും എന്നുള്ള വിധത്തിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറാവും, ബ്രെയിൻ തയ്യാറാകും. അതുകൊണ്ടും കൂടി ഇടയ്ക്ക് കമൻ്റ് ഇടാൻ പറയുന്നത്. ഗ്രേറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള വശം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും, ഇതാണ് ശരിക്കുള്ള സിസ്റ്റം എങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട്, ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാരണങ്ങളൊക്കെ കൊണ്ട് ഈ ആക്റ്റീവായിരിക്കുന്ന ബീറ്റയിൽ ആക്റ്റീവായിരിക്കുന്ന, അതായത് 20 മുതൽ 24 വരെ ബ്രെയിൻ എനർജി ഇങ്ങനെ റൺ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ചില കാരണം കൊണ്ട് ഇവൻ പെട്ടെന്നൊന്ന് താഴേക്ക് പോകും. പെട്ടെന്ന് താഴേക്ക് പോയിട്ട് ഒരു പവർ കട്ട് പോലെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ആയി പോവുകയല്ല, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അവൻ താഴെ പോയിട്ട് മുകളിലേക്ക് വരും. മനസ്സിലാകുന്നുണ്ടോ? അതായത് 23 സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ബ്രെയിൻ എനർജി ചിലപ്പോൾ പെട്ടെന്ന് ഒരു 18 15 ചിലപ്പോൾ 12 ചിലപ്പോൾ അതിൻ്റെ ചുവടെ ഒന്ന് ഡൗൺ ആയിട്ട് തിരികെ വരും. അപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ട് തിരികെ വരുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 12 ചുവടെ പോയിന്നിരിക്കട്ടെ, ഒരു 8 പോയിന്നിരിക്കട്ടെ, 8 പോയിന്നിരിക്കട്ടെ. പക്ഷെ വാസ്തവത്തിൽ തിയറട്ടിക്കലായിട്ട് അവിടെ എന്താ സംഭവിച്ചത്? ഞാൻ ഉറങ്ങി അല്ലേ? എൻ്റെ കോൺഷ്യസ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഒന്ന് കട്ടായിപ്പോയി. ഇതാ സംഭവിച്ചു പോയത്. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എൻ്റെ കോൺഷ്യസ് കട്ടായിപ്പോയി. ഇതാ സംഭവിച്ചത്. ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആണ് കോൺഷ്യസ് കട്ടായി പോയതെങ്കിലും അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ടായ അവസ്ഥ വരും. ജസ്റ്റ് ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും ഒന്ന് റീസ്റ്റാർട്ടായ അവസ്ഥ വരും. ഈ റീസ്റ്റാർട്ടായ അവസ്ഥ വന്നാലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ അതുവരെയുള്ള കാര്യങ്ങളിൽ കുറേ നേരെ താഴേക്ക് എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസിലേക്ക് അങ്ങ് പോകും. കോൺഷ്യസിൽ നിന്ന് സബ് കോൺഷ്യസിലേക്ക് പോയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യും. സബ് കോൺഷ്യസിൽ രജിസ്റ്റർ ചെയ്യും. സബ് കോൺഷ്യസിലേക്ക് രജിസ്റ്റർ ചെയ്താലുള്ള പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റിൽ നമ്മൾ പുറത്തേക്ക് വന്നു കഴിയുമ്പോഴേക്കും, ഈ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിയുകയെന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾ കൊണ്ട് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ അതിന് മുൻപ് നടന്ന കാര്യങ്ങളിൽ പലതും പണ്ടെന്നോ സംഭവിച്ചതാണ് എന്നുള്ളൊരു ഫീല് ബ്രെയിൻ നമുക്ക് തരും. എൻ്റെ പോയിൻ്റ് മനസ്സിലായോ? ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? സംശയമുണ്ടോ ആർക്കെങ്കിലും? പറയാമോ? ഞാൻ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് തരാം. കാരണം ഇത് അല്പം സങ്കീർണമായിട്ടുള്ള ഒന്നാണ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചോദിക്കൂ. ഇല്ല സാർ, അത് ക്ലിയർ ആണ്. ഓക്കെ, ഗ്രേറ്റ്. അതായത് മറ്റൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. ഇതൊരു 4 സ്റ്റെപ്പാണ് സങ്കല്പിക്കുക. 4 സ്റ്റെപ്പാണ്. 1 2 3 4 സ്റ്റെപ്പാണ് സങ്കല്പിക്കുക. ഒരാൾ നടന്നിട്ട് 1ാമത്തെ സ്റ്റെപ്പിൽ വന്നു, 2ാമത്തെ സ്റ്റെപ്പിൽ വന്നു, 3ാമത്തെ സ്റ്റെപ്പിൽ വന്നു. അതായത് 1ാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ ഇയാളൊരു ചുവന്ന റോസാപ്പൂ കാണുന്നുണ്ട്, 2ാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ ഒരു ഓറഞ്ച് കാണുന്നുണ്ട്, 3ാമത്തെ സ്റ്റെപ്പിൽ വരുന്ന സമയത്ത് ഒരു ആപ്പിൾ കാണുന്നുണ്ട്, 4ാമത്തെ സ്റ്റെപ്പിലേക്ക് കാല് വയ്ക്കുന്ന സമയത്ത് ഇവനൊന്ന് ഡൗണായി. ഈ ബ്രെയിൻ എനർജി ഒന്ന് ഡൗണായി കയറി വന്നു. 5ാമത്തെ സ്റ്റെപ്പിൽ കാല് വെച്ചു. 5ാമത്തെ സ്റ്റെപ്പിൽ കാല് വെച്ചിട്ട് ഇവൻ ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ റോസ കാണുന്നുണ്ട്, ഇവിടെ ആപ്പിൾ കാണുന്നുണ്ട്, ഓറഞ്ച് കാണുന്നുണ്ട്. പക്ഷേ ഇവൻ എന്താ ധരിക്കുന്നതെന്നറിയാമോ? ഇത് ഞാൻ പണ്ടെവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വാസ്തവത്തിൽ എപ്പോഴാണ് ഇവൻ കണ്ടത്? തൊട്ട് മുൻപാണ് കണ്ടത്. പക്ഷേ ഇവൻ ധരിക്കുന്നു, ഈ പറഞ്ഞ പവർ കട്ട് വന്നതുകൊണ്ട് അവൻ ധരിക്കുന്നു ഇത് ഞാൻ പണ്ടെപ്പോഴോ കണ്ടതാണ് എന്ന് ധരിക്കുന്നു. ഇപ്പോൾ ക്ലിയർ ആയോ?
മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറയൂ. സാറേ ഒന്ന് ചോദിച്ചോട്ടെ? ചോദിക്കൂ. പിന്നെ ഏത് സാഹചര്യത്തിലാണ് സാറേ ഈ ഡൗൺ ആയി പോകുന്നത്? എന്തെങ്കിലും രോഗങ്ങളോ അങ്ങനെ വല്ലതും? യെസ്, പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, നമ്മൾ ഫിസിക്കലി ടയേർഡായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മൾട്ടി ടാസ്കിങ്, അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരുമിച്ച് തലയിൽ കൂടി കൊണ്ടു നടക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളൊരു ഡിസ്കഷൻ നടത്തുകയാണ്, ഇപ്പോൾ ഒരേ വിഷയം തന്നെ ഡിസ്കസ് ചെയ്ത് പോയാൽ കുഴപ്പമില്ല, പക്ഷേ ഇതിനിടയിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കുകളൊക്കെ വന്നാൽ ചിലപ്പോൾ ഇത് ഡൗൺ ആയിപ്പോകും. മനസ്സിലായോ? ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്. അങ്ങനെയൊക്കെ സംഭവിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ചിലപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിൽ 2-3 പേരായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങളിൽ ഒരാൾക്ക് തോന്നും ഇതൊന്ന് ഈ ടോപ്പിക്ക് ഒന്ന് നിർത്തിയിട്ട് ഇപ്പം നിർത്തും, ഒരു 2-3 മിനിറ്റിനുള്ളിൽ നിർത്തും. ഈ 1 മിനിറ്റിനുള്ളിൽ ഇത് നിർത്തി കഴിയുമ്പോഴേക്കും എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കണം എന്ന് നിങ്ങൾ കണക്ക് കൂട്ടി വെച്ച് നല്ല ക്ലാരിറ്റിയോടുകൂടി കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ മകൻ്റെ കാര്യം, ചിലപ്പോൾ മകളുടെ ഒരു കാര്യം ചോദിക്കണമെന്ന് കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞാനിത് പറഞ്ഞ് നിർത്തി കഴിയുമ്പോഴേക്കും നിങ്ങളത് മറന്നുപോയി. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തോന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചല്ലോ, എന്തോന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചല്ലോ എന്ന് തോന്നും. പക്ഷെ അത് എത്ര ഓർത്താലും പുറത്തേക്ക് കിട്ടില്ല. ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ ആ ചോദിക്കണമെന്നുള്ള തോന്നലേ അങ്ങ് പോകും. ആ ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യം വരെ, ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ഒരു കാര്യം ചോദിക്കണം, മകൻ്റെ ഒരു കാര്യം ചോദിക്കണം എന്നുള്ള ആ ഒരു ഡേറ്റ് അടക്കം വാനിഷായി പോകും. എന്നിട്ട് ചിലപ്പോൾ വീട്ടിൽ പോയിരിക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത് അയ്യോ എൻ്റെ കുട്ടിയുടെ കാര്യം ഒന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചതാണല്ലോ, അതങ്ങ് മറന്നുപോയി എന്ന് പറയും. മനസ്സിലായോ? എന്താ കാര്യം? ഈ പറഞ്ഞ 1 മിനിറ്റിനുള്ളിൽ ഇവിടെ ഒരു പവർ കട്ട് സംഭവിച്ചു, തിരിച്ചു വന്നു, അവിടെ ഉണ്ടായിരുന്ന ഡേറ്റ വാനിഷായിപ്പോൾ. ഇതാ സംഭവിക്കുന്നത്. ഇനി ഇപ്പം നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കോളൂ. ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കട്ടെ. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞാൻ എന്തോ ഒന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ അത് എത്ര ആലോചിച്ചിട്ടും ഓർമ്മ കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ ചുറ്റുപാടും ഒന്ന് നോക്കണം. ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കുക. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫീലുകൾ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകും. ചിലപ്പോൾ ഒരു കാർ അത് വഴി വരുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു വാഹനം നിർത്തിയിട്ടുണ്ടാകും. ഇത് പണ്ടെവിടെയോ കണ്ടു എന്നുള്ള തോന്നലുണ്ടാകും. കണ്ടതെപ്പോഴാണ്? തൊട്ട് മുൻപ്. പക്ഷേ ഈ ഒരു സംഗതി സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും മറ്റേ അനുഭവം ബ്രെയിൻ കൊണ്ട് തരിക, ഇത് പണ്ട് കണ്ടതാണ്. ചിലപ്പോൾ ഇത് സംഭവിച്ചിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു മിഠായി കഴിക്കുക എന്ന് പറഞ്ഞെടുത്ത് തരുന്നത്. അപ്പോഴും നിങ്ങൾ വിചാരിക്കും അയ്യോ ഇയാളിതാ മിഠായി കഴിക്കാൻ പറയുന്നത് ഇതേ വിധത്തിൽ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കാരണം എന്താ? അയാളിങ്ങനെ മിഠായി നീട്ടി വരുമ്പോഴാണ് ഇവൻ കട്ടായി തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവനിങ്ങനെ മിഠായി ആയിട്ട് വരുന്നത് നിങ്ങളുടെ ഡേറ്റയിലുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് ആക്റ്റീവായിട്ട് കമൻറ്റ് ചെയ്യാൻ കാണട്ടെ എത്രമാത്രം പേർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മളൊരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു ചിന്ത വേറത്തോട്ട് പോയാൽ പെട്ടെന്ന് അത് കഴിഞ്ഞ് തിരിച്ചു ഞാൻ എന്താണ് പറഞ്ഞത്, എന്താ പറഞ്ഞത്? അതെ ഈ പറഞ്ഞ സംഗതിയാണ് അവിടെ വരുന്നത്. ഇതേ സംഗതിയാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഈ ഫീൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ മാതിരി ചുറ്റുപാടുകളൊന്ന് നോക്കിയാൽ ചിലപ്പോൾ മറ്റേ ഫീലും ഉണ്ടാകും. ഇത് ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഫീലും ഉണ്ടാകും. ക്ലിയർ ആയോ? ഓവർകം ചെയ്യുന്നത് എങ്ങനെ സാർ? നമുക്ക് ഇത് ഓവർകം ചെയ്യുന്ന അത്ര എളുപ്പമൊന്നുമല്ല. ഇത് ഓവർകം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി പണി തന്നെയാണ്. കാരണം ഇതുപോലെ ധാരാളം കാര്യങ്ങൾ നാച്ചുറലി നമ്മൾ സംഭവിക്കുന്നുണ്ട്, പലതും നമ്മൾ അറിയുന്നില്ല. നോക്കൂ, ഇത് തന്നെ ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങളതിനെക്കുറിച്ചുള്ള ഒരു ബോധം വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെയും നെർവ്സിൻ്റെയൊക്കെ ചില വൈകല്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പരിമിതികളെന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. ഇതങ്ങനെ തന്നെ ഉള്ളത് തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഒരു നിമിഷം ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വന്നോട്ടെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചിലപ്പോൾ ഇത് പോകും. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ചില സാഹചര്യങ്ങളിൽ ബ്രെയിൻ തന്നെ സംഭവിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ കമ്പ്യൂട്ടർ ഇടയിൽ റിഫ്രഷ് ചെയ്യില്ല, അത് ജസ്റ്റ് ഒരു കുറച്ച് സംഗതികൾ ഒഴിവാൻ വേണ്ടി റിഫ്രഷ് ചെയ്യുന്നില്ലേ, അതേമാതിരി തന്നെ ബ്രെയിനിന് ഇത് സംഭവിപ്പിക്കുന്നുമുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ
ഇപ്പം നേരത്തെ തൊട്ട് മുമ്പ് ഞാൻ സൂചിപ്പിച്ച സമയത്ത് ആരോ പറഞ്ഞില്ലേ, നമ്മൾ വേറൊന്ന് ചിന്തിച്ചിട്ട് വരുമ്പോൾ എന്ന് പറയുന്നില്ലേ. അതായത് ഇവിടെ ഡേറ്റയുടെ ആ ആധിക്യം വരുന്ന സമയത്ത്, ഡേറ്റേൻ്റെ ലോഡ് കൂടുന്ന സമയത്ത് അതിനൊന്ന് ഓവർകം ചെയ്യാൻ ചിലപ്പോൾ ഇവനൊരു റീഫ്രഷ് കൊടുക്കുന്നുണ്ടാകും. ആ റീഫ്രഷിൽ ഈ പറഞ്ഞ സാധനങ്ങളും വിട്ടുപോകുന്നുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ശരി, ചോദിക്കൂ. എല്ലാ സാഹചര്യത്തിലും ഇത് ഇങ്ങനെ തന്നെയാണ് നമുക്കത് ഓർപ്പിക്കാൻ പറ്റും. എനിക്ക് ക്ലിയർ ആയിട്ടില്ല, കുറച്ചുകൂടി ഉറക്കെ ചോദിക്കാമോ? എല്ലാ സാഹചര്യവും ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഓർപ്പിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം, ഓരോരോ വശങ്ങളായിട്ട് വരും. ഇനിയും വരുന്നുണ്ട്, ഓൾറെഡി പറഞ്ഞു. ഇതുപോലെയുള്ള അനുഭവങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ വരികയാണ് കേട്ടോ. ഒരു കാര്യം, ആ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ഓർത്ത് ചെയ്യാൻ വരുമ്പം അത് മറന്നുപോകും. ആ ആ പിന്നെ നമ്മൾ തിരിച്ച് അതേ സ്പേസിൽ ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് തിരിച്ചു വരുമ്പോൾ അത് മൈൻഡിൽ വരും. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഈ മറന്നു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് തന്നെയാകാം. അത് തിരിച്ച് അതേ സ്പേസിൽ നിന്ന് ഓർക്കുമ്പോൾ കിട്ടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ചില ഓർമ്മകൾ നമ്മൾ ചില വിഷ്വൽസുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, വിഷ്വൽസുമായിട്ട് പഞ്ചേന്ദ്രിയങ്ങളിൽ വന്ന ഏത് ഡേറ്റയും ആകാം. ഒരു ഉദാഹരണത്തിന് പെട്ടെന്ന് നല്ല മുല്ലപ്പൂവിൻ്റെ മണം നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറേ ഡേറ്റകൾ വരും. പണ്ട് പങ്കെടുത്ത ചില വിവാഹങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം വിവാഹം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില ഓർമ്മകൾ വരും. അങ്ങനെ ഇതുപോലെയുള്ള ചില സംഗതികളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചില ഡേറ്റകളുണ്ട്. അതാണ്. അല്ലെങ്കിൽ ചില ആളുകളെ കാണുന്ന സമയത്ത്, ചില വ്യക്തികളെ കാണുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഓർമ്മ വരും. അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റ് ചില ഓർമ്മകൾ വരും. അപ്പോൾ അതുമായിട്ട് കണക്റ്റായിരിക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അത്രയേ ഉള്ളൂ. മറ്റെന്തെങ്കിലും? ശരി. ഇനി ഇതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ, ദേജാവു എന്ന് പറയുന്നൊരു ഫിനോമിനയുണ്ട്. ദേജാവു എന്ന് പറഞ്ഞാൽ അതും ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിനിൻ്റെ ഒരു ഡിഫക്റ്റ്, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഒരു പരിമിതി തന്നെയാണ്. അതായത് നമ്മൾ ഒരു കാര്യത്തെ കാണുമ്പോൾ, ഒരു ഒബ്ജക്റ്റിന് എന്തായാലും ഒരു വിഷൻ നമ്മൾ കാണുന്ന സമയത്ത്, ഈ കാണുന്ന ആ ഒരു വ്യക്തിയെ കാണുകയാണെന്നിരിക്കട്ടെ, ഒരു വ്യക്തിയെ കാണുകയാണ്. ഈ വ്യക്തിയുടെ നിറം കണ്ണ് കണ്ടിട്ട് ഒരു ഭാഗത്ത് ഒരു പ്രത്യേക പാത്തിലായിരിക്കും, ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക പാത്തിലേക്കായിരിക്കും കൊടുക്കുന്നത്, ഒരു പാത്തിലേക്ക് കൊടുക്കും. അതേസമയം ആ സമയത്ത് കേൾക്കുന്ന ശബ്ദം മറ്റൊരു പാത്തിലൂടെ മറ്റൊരിടത്തെത്തും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വലിപ്പം ഒന്ന് മെഷർ ചെയ്തിട്ട് അത് മറ്റൊരിടത്തെത്തും. ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട്, ഒരു പ്രത്യേക ഒബ്ജക്റ്റ് ഉണ്ട്, ഇതാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇതുപോലെ മറ്റൊരു പാത്തിലൂടെ എത്തും. സാധാരണഗതിയിൽ ഈ ഇൻഫർമേഷൻസ് എല്ലാം ഒരേ സമയമായിരിക്കും എത്തുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളിത് ട്രെയിൻ പിടിച്ചെത്തുന്ന മാതിരി ഇങ്ങനെ എത്തും, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, അല്ലെങ്കിൽ മില്ലി സെക്കൻഡ് കൊണ്ടൊന്നോ മൈക്രോ സെക്കൻഡ് കൊണ്ടൊക്കെ എത്തുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഒരുപാട് മിനിറ്റുകളോ ഒന്നും എടുത്തിട്ടല്ല, മില്ലി സെക്കൻഡ്സ് ഓർ മൈക്രോ സെക്കൻഡ്സ് കൊണ്ട് എത്തുന്ന കാര്യമാണ്. അപ്പോൾ ഈ കിട്ടുന്ന എല്ലാ ഡേറ്റകളെയും ക്രോഡീകരിച്ചുകൊണ്ട്, അതിന് കൃത്യമായിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട് കേട്ടോ ബ്രെയിൻ്റെ, അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഈ കിട്ടുന്ന എല്ലാ ഡേറ്റകളെയും ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ വ്യക്തി ആരാണ്, ഇദ്ദേഹവും ഞാൻ തമ്മിൽ എന്താണ് പരിചയം, ഇദ്ദേഹത്തെ ഞാൻ മുമ്പ് എവിടെ വെച്ചാണ് കണ്ടിരിക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കളക്ട് ചെയ്ത് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തികളെ, ഇപ്പം നമ്മുടെ പാരൻസ്, നമ്മുടെ പാർട്ട്ണർ, കുഞ്ഞുങ്ങൾ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, നമ്മുടെ പരിചയക്കാർ, ബന്ധുക്കൾ, ഇവരെയൊക്കെ കാണുമ്പോൾ ഈ ഫീൽ ഉണ്ടാവില്ല. കാരണം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൃത്യവും വ്യക്തവും ശക്തവുമായിട്ടുള്ള ഡേറ്റകൾ ഓൾറെഡി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പുതുതായിട്ടുള്ള ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ വല്ലപ്പോഴും കാണുന്ന ഒരു വ്യക്തിയെ, വല്ലപ്പോഴും കാണുന്നവരിടം, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരിടം, ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് ഈ ഡേറ്റകൾ ഈ വിധത്തിലെത്തിയിട്ടാണ് തിരിച്ചറിയുന്നത്. ഇതാണ് മുമ്പ് ടീച്ചർ പഠിപ്പിച്ച സ്ഥലം, അല്ലെങ്കിൽ ഇതാണ് പണ്ട് ന്യൂസിൽ വന്ന ആ സ്ഥലം, നിൽക്കുന്നതാണ് അന്ന് ആ ന്യൂസിൽ ചേട്ടൻ കാണിച്ച ആ പ്രതിമ, ഇങ്ങനെയൊക്കെയുള്ള ഡേറ്റകൾ, ഇൻഫർമേഷൻസ് അപ്പോഴാണ് വരുന്നത്. പക്ഷേ ഇവിടെയും ചില കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ചില പരിമിതികൾ കൊണ്ട് ഈ ഡേറ്റ ട്രാൻസ്മിഷൻ്റെ സ്പീഡിൽ ചിലയിടങ്ങളിൽ വ്യത്യാസമുണ്ടാകും. ഒരു ഉദാഹരണത്തിന്, ഞാനൊരു വ്യക്തിയെ കാണുന്നു, അപ്പോൾ നിറം തിരിച്ചറിയാനുള്ള ഡേറ്റ പെട്ടെന്നെത്തി, വലിപ്പം തിരിച്ചറിയാനുള്ള ഡേറ്റ പെട്ടെന്നെത്തി. എന്നാൽ അവിടുന്ന് കേട്ട ഒരു ശബ്ദം വരാനൊരല്പം താമസിച്ചു.
ഒരല്പം താമസിച്ചു. മനസ്സിലായോ? അപ്പോൾ മറ്റേ 2 ഡേറ്റയും ഓൾറെഡി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ശബ്ദത്തിൻ്റെ ഡേറ്റ പിന്നെ പ്രോസസ്സ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ കൺഫ്യൂഷൻ അവിടെ സംഭവിക്കും. ബ്രെയിൻ നിങ്ങളോട് പറയും, ഇത് ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇതേമാതിരി തന്നെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ തന്നെ കണ്ടിട്ടുണ്ട്, ഇതേ സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട്, ഈ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട്, ഈ ആളുടെ കൂടെ വരുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ബാഗും പിടിച്ച് വരുന്നത് കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രതിഭാസത്തിന് ദേജാവു എന്നാണ് പറയുക. ദേജാവു. 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 DJAVU. ദേജാവു. ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായോ? ചിലപ്പോ ഓർക്കാപ്പുറത്തെ നാളായാലോ ഇന്ന കണ്ടിട്ടെന്ന് വിചാരിക്കും. എങ്ങനെ ഓർക്കപ്പുറത്ത്? ചിലപ്പോ ഇന്ന വ്യക്തിയെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ എന്ന് വിചാരിക്കും ഒരാളിനെ. പക്ഷെ പിറ്റേ ദിവസം ആളിനെ കണ്ടെന്നിരിക്കും. അതിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ വരാം. അതിന് മറ്റൊരു കാരണമുണ്ട്, അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വരാം. ശരി. മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് കൊണ്ട് കോൺസെൻട്രേഷൻ കുറയുന്ന സൊല്യൂഷൻ ഉണ്ടോ? മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കുറയുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു ഫെനോമിന തന്നെയാണ്. അതിൽ വ്യത്യാസം വരണമെങ്കിൽ കൃത്യമായിട്ടുള്ള എക്സർസൈസുകൾ, അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഭക്ഷണക്രമം, ശരിയായിട്ടുള്ള ഉറക്കം, ശരിയായിട്ടുള്ള സമീപന രീതികൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് അറേഞ്ച് ചെയ്ത് ചെയ്യുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കുറച്ചുകൂടി ഒന്ന് കൂട്ടാം. അതേ സാധാരണ ഒരു വ്യക്തി എടുക്കുന്ന വെയിറ്റിനൊരു പരിധിയുണ്ട്. പക്ഷെ നല്ല ബോഡി ഫിറ്റായിട്ടുള്ള വ്യക്തി കുറച്ചുകൂടി നന്നായിട്ട് വെയിറ്റുകൾ കൈകാര്യം ചെയ്യില്ലേ? അതുപോലെ ബ്രെയിൻ കപ്പാസിറ്റിയെ ഒന്ന് ഉയർത്തുകയാണെങ്കിൽ കുറച്ചൊക്കെ വ്യത്യാസം വരും. മറ്റെന്തെങ്കിലും? ശരി. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഇതൊക്കെയാണ് ഇതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള വിശദീകരണങ്ങളെന്ന് പറയുന്നത്. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാം. നിങ്ങളിൽ ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളോ അല്ലെങ്കിൽ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഗംഭീര ടൂളുണ്ട്. പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും വ്യക്തികളെ സ്വാധീനിക്കുന്നതും അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതുമെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള നിർദ്ദേശങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ നമ്മൾ വ്യക്തികളുടെ കോൺഷ്യസിലേക്കും അതിലൂടെ സബ് കോൺഷ്യസിലേക്കും ഒക്കെ കൊടുക്കും. ഇതിലൂടെയൊക്കെയാണ് വ്യക്തികളിൽ മാറ്റങ്ങൾ വരുന്നത്. അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സമീപന രീതികൾ നമ്മൾ ഉപയോഗിക്കും. അതിലൊരു പ്രധാനപ്പെട്ട രീതിയാണ് ഹിപ്നോസിസ്. കൗൺസിലിങ്ങിലും സംഭവിപ്പിക്കുന്നത് അതുതന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ പ്രത്യേകതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ സാധിച്ചാൽ വ്യക്തികളിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അത് ക്ലിനിക്കൽ സൈഡിൽ മാത്രമല്ല, മറിച്ച് പലയിടങ്ങളിൽ ഇപ്പോൾ നിങ്ങളൊരു അധ്യാപികയോ ആണെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകനാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ ഒരു പൊളിറ്റീഷ്യനൊക്കെ ആണെങ്കിൽ അങ്ങനെ, ഇവിടെ എങ്ങനെ സംസാരിക്കണം, ഏത് വിധത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്ന് തുടങ്ങി മനസ്സിൻ്റെ ചില പ്രത്യേകതകളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കും. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ കൊടുത്താൽ വ്യക്തികൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ചില പ്രത്യേക രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുത്താൽ വ്യക്തികൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും, ചില പ്രത്യേക വാക്കുകൾ ഉപയോഗിച്ച് നിർദ്ദേശം കൊടുത്താൽ വ്യക്തികൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുപാട് കാലത്തെ പഠനങ്ങളും നിരീക്ഷണങ്ങളും അനുഭവങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്നാണ് അതിൻ്റെ പേര്. പൂർണ്ണമായിട്ടും മലയാളത്തിൽ തന്നെയാണ്. വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു പുസ്തകമാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ടൂളായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന് 1280 രൂപയാണ് വില വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഒരു ചെറിയ പുസ്തകത്തിന് അത്രയൊക്കെ വിലയോ എന്ന്. അത് കേവലം ഒരു പുസ്തകത്തിൻ്റെ വിലയല്ല, അവിടുന്ന് നമുക്ക് കിട്ടുന്ന അറിവുകളുടെ ഒരു മൂല്യമുണ്ട്. നമ്മളിപ്പോൾ സ്വർണത്തിനും വെള്ളിക്കും ഇരുമ്പിനും ഒക്കെ ഒരേ വിലയല്ല ഉള്ളത്, ഒരേ ക്വാണ്ടിറ്റി ആണെങ്കിലും വിലയിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ കൂട്ടിയാൽ മതി. അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ അത്രയും മൂല്യമേറിയ തന്നെയായിരിക്കും. ആക്ച്വലി ഇതിന് പ്രീ പബ്ലിക്കേഷൻ ഓഫർ ഉണ്ടായിരുന്നു, ഇന്നലെ വരെ ഉണ്ടായിരുന്നു, 25th വരെ ഉണ്ടായിരുന്നു, കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ
ഇന്നത്തെ ദിവസം ആരെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 599 പോസ്റ്റേജ് അടക്കം കിട്ടും. ഓൾമോസ്റ്റ് ഒരു പകുതിയിൽ താഴെ വിലയ്ക്ക് പോസ്റ്റേജ് അടക്കം കിട്ടും. അത് ഇന്ന് തന്നെ ഓർഡർ ചെയ്യേണ്ടതുണ്ട്, നാളത്തേക്ക് അത് കിട്ടില്ല. ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. ഇന്ന് വന്ന കുറേ ഓർഡേഴ്സൊക്കെ ഫുൾ എമൗണ്ടിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വെബിനാറിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പുസ്തകം വേണമെങ്കിൽ ഞാൻ അതിൻ്റെ കോർഡിനേറ്ററുടെ നമ്പർ തരാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 79941 79941 68611 68611 79941 68611. ദിവ്യ എന്നാണ് പേര്. ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ, ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മാത്രം കേട്ടോ, നാളെ കോണ്ടാക്ട് ചെയ്താൽ വില മാറി. അപ്പോൾ നിങ്ങൾക്കത് അവൈലബിൾ ആയിരിക്കും. ആവശ്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. ശരി, എഴുതി കഴിഞ്ഞല്ലേ? അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചാണ് ബുക്ക് ചെയ്തത്. വളരെയധികം കോപ്പീസ് ഓൾറെഡി ബുക്ക്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. ശരി, താങ്ക് യു. ഇനി നമുക്ക് പറയാനുള്ളത് പാരാസൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അതിലിനി പറയാനുള്ളത്. ഇനി പാരാസൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കാരണങ്ങളിലേക്ക് നമുക്ക് പോകാം. അതായത് തുടക്കത്തിൽ സൂചിപ്പിച്ചില്ലേ, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നും ബോധം വേർപെട്ടിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞില്ലേ. ഇതുപോലെ ഒരു പ്രക്രിയ നാച്ചുറലി നടക്കും, സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ട് നടക്കും. അത് നമ്മുടെ ഉറക്കത്തിൻ്റെ അത്യഗാധമായിട്ടുള്ള തലങ്ങളിൽ, ഉറക്കത്തിൻ്റെ അത്രമാത്രം ആഴത്തിൽ, നമ്മൾ ഈ ബോധം കെട്ടുറങ്ങുക എന്നൊക്കെ പറയുന്നില്ലേ, ആ സമയത്ത് വളരെ നാച്ചുറലായിട്ട് നമ്മൾ പോലും അറിയാതെ ഈ പറയുന്ന ശരീരവും ആസ്ട്രൽ ബോഡിയും അല്ലെങ്കിൽ ആത്മാവും തമ്മിൽ ഒന്ന് വേർപെടും. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു, അങ്ങനെ വേർപെടുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഡെത്താണ് അവിടെ സംഭവിക്കുക. പക്ഷേ ഇങ്ങനെ വേർപെടുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു വേർപാടല്ല അവിടെ സംഭവിക്കുന്നത്. മറിച്ച് ശരീരവും ആസ്ട്രൽ ബോഡിയും തമ്മിൽ കേവലം ഒരു ത്രെഡ്, ഒരു സാങ്കല്പികമായിട്ടുള്ള ത്രെഡെന്ന് വേണമെങ്കിൽ കൂട്ടാം, ഒരു ത്രെഡിൻ്റെ കണക്ഷൻ അവിടെ ഉണ്ടാകും. ഈ ത്രെഡിന് പാരസൈക്കോളജിയിൽ അറിയപ്പെടുന്നത് സിൽവർ ത്രെഡ് എന്നാണ്. സിൽവർ ത്രെഡ്, അതായത് ഒരു കുട്ടി പട്ടം പറത്തുന്ന സമയത്ത്, കുട്ടി ഒരു പട്ടം പറത്തുകയാണ് എന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ ഈ പട്ടം പറത്തുന്ന സമയത്ത് പട്ടവും കുട്ടിയും തമ്മിൽ ഒരു ചരടിൻ്റെ ബന്ധമുണ്ടാകും അല്ലേ? പട്ടവും കുട്ടിയും തമ്മിൽ ഒരു ചരടിൻ്റെ ബന്ധമുണ്ടാകും. അപ്പോൾ ഇവിടെ പട്ടത്തിന് ഒരു അനക്കം സംഭവിച്ചാൽ, ഒരു ചലനം സംഭവിച്ചാൽ അത് കുട്ടി അറിയും, കുട്ടിക്ക് അത് നിയന്ത്രിക്കാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ കുട്ടിയിൽ സംഭവിക്കുന്ന ചലനം പട്ടത്തിലും എഫക്റ്റ് ചെയ്യും. ഇതുപോലെ ഈ കുട്ടിയും പട്ടവും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഈ പ്രതിഭാസം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പ്രക്രിയ നടക്കുന്ന സമയത്ത് ശരീരവും ബോധവും അല്ലെങ്കിൽ ആത്മാവും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ നിന്നും ഈ ബോധം വേർപെട്ടിട്ട് പുറത്തേക്ക് പോകും, ശരീരത്തിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ മറ്റ് ചില കാര്യങ്ങൾ കൂടി സംഭവിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ ബോധം നിലനിൽക്കുന്ന സമയത്ത് പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയുന്ന കവാടങ്ങളിലൂടെ മാത്രമാണ്, കവാടങ്ങളെന്നോ ജാലകങ്ങളിലൂടെ മാത്രമാണ്, പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയുന്ന ജാലകങ്ങളിലൂടെ മാത്രമാണ് ഇതിന് ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ഈ ബോധത്തിന് ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ റൂമിൻ്റെ ഉള്ളിലാണ് അല്ലേ? പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാകാം, കാറ്റ് വീശുന്നുണ്ടാകാം, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം നിങ്ങൾ അറിയുന്നില്ല. പലപ്പോഴും എന്തുകൊണ്ടാണ് അറിയാത്തത്? 4 ചുവരുകളെന്ന് പറയുന്ന ഒരു ഷീൽഡിനുള്ളിലാണ്, ഒരു കവചത്തിനുള്ളിലാണ് നിങ്ങളുള്ളത്. എന്നാൽ ഒരു ജാലകം തുറന്നിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വാതിലിൻ്റെ ഒരു പാളി തുറന്നു വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കുറച്ചൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും. പുറത്ത് ചിലപ്പോൾ വലിയ കാറ്റ് വീശുന്നുണ്ടാകും, പക്ഷെ ചെറുതായിട്ട് നിങ്ങൾക്കുള്ളിൽ മനസ്സിലാകും. പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടാകും, പക്ഷേ ഉള്ളിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ സൗണ്ട് പ്രൂഫായിട്ടുള്ള വാതിലുകളോ ജാലകങ്ങളോ ഇല്ലാത്ത, അല്ലെങ്കിൽ വാതിലുകളും ജാലകങ്ങളോ ഒക്കെ അടച്ചിരിക്കുന്ന റൂമാണെങ്കിൽ നിങ്ങൾക്ക് അതും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? എന്നാൽ നമ്മൾ ഒരു വാതിൽ തുറന്നിട്ട് ഈ റൂമിന് പുറത്തേക്ക് ഇറങ്ങുകയാണെന്നിരിക്കട്ടെ, ഈ റൂമിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴോ പുറത്തെ അനുഭവങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ
നമുക്ക് അനുഭവിക്കാൻ പറ്റും, കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. പൂർണ്ണമായിട്ടും റൂമിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, തുറസായ ഒരു സ്ഥലത്തിൽ പോയി നിൽക്കുകയാണ്. അപ്പോഴോ ചുറ്റുപാടുമുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങൾക്കറിയാൻ പറ്റും. നേർത്ത ഒരു കാറ്റ് വീശിയാൽ പോലും നിങ്ങൾക്കത് അറിയാൻ പറ്റും. നേർത്ത ഒരു ഗന്ധം വന്നാൽ പോലും നിങ്ങൾക്കത് അറിയാൻ പറ്റും. നേർത്ത ഒരു മഴത്തുള്ളി പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം എന്താ? ഈ പറയുന്ന ചുവരുകളുടെ ബന്ധനം നിങ്ങൾക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഇതേ വിധത്തിൽ ഈ ശരീരത്തിൽ നിന്നും ബോധം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന പരിമിതികളെ മറികടക്കാൻ ഈ പറയുന്ന ബോധത്തിന് സാധിക്കും. 1. 2, ഈ പരിമിതികളെ മറികടന്നു കഴിഞ്ഞാൽ പ്രപഞ്ചവുമായിട്ട് പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ സാധ്യമാണ്. 2. 3, ഈ മാധ്യമത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഒരു ഫ്രീക്വൻസിയുമായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ഫ്രീക്വൻസിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ ഈ പറയുന്ന ബോധത്തിന് സാധിക്കും, അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡിക്ക് സാധിക്കും. അപ്പോൾ ഇതെല്ലാം സാധിച്ചു കഴിയുമ്പോൾ അവിടെ മറ്റൊരു അത്ഭുതം സംഭവിക്കും. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചബോധത്തിൽ, കോസ്മിക് കോൺഷ്യസ് എന്ന പ്രപഞ്ചബോധത്തിൽ എല്ലാ അറിവുകളും അവിടെയുണ്ട്. എല്ലാ അറിവുകളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിലെ അറിവുകൾ, ഇപ്പം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അറിവുകൾ, ഇനി സംഭവിക്കാനിരിക്കുന്ന അറിവുകളുടെ കരട് രൂപരേഖ, ഇതെല്ലാം അവിടെയുണ്ട്. ഇത് പെട്ടെന്ന് അങ്ങനെ ദഹിക്കുന്ന കാര്യമല്ല, എങ്കിലും ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. കരട് രൂപരേഖ എല്ലാം അവിടെയുണ്ട്. മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡേറ്റകളിൽ ചിലത് കളക്ട് ചെയ്യാൻ, പ്രപഞ്ചവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ ഈ ഡേറ്റകളിൽ ചിലത് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചിലതിനെ അനുഭവിക്കാനും അറിയാനുമെല്ലാം നമ്മളിൽ ഈ ബോധത്തിന് സാധിക്കും. ഇപ്പോൾ ഞാൻ ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തിയിരിക്കുകയാണെങ്കിൽ, ബോധപൂർവമല്ലെങ്കിലും നടത്തിയിരിക്കുകയാണെങ്കിൽ, എൻ്റെ ബോധത്തിന് ഇതെല്ലാം സാധിക്കും, ഇതെല്ലാം അറിയാൻ സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ എവിടെ ഇരിക്കുകയാണെങ്കിലും ശരി, ഏതെങ്കിലും വിധത്തിലുള്ള ഗാനങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രഭാഷണങ്ങളോ ആ വിധത്തിൽ മറ്റെന്തെങ്കിലും നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യും. പാട്ടുകളോ പ്രഭാഷണങ്ങളോ എൻ്റെ ശബ്ദമൊഴികെ മറ്റെന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല, ആരും കേൾക്കുന്നില്ല. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, എത്രയോ വിധത്തിലുള്ള സിഗ്നലുകൾ നമ്മുടെ ചുറ്റുപാടുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. FM സിഗ്നലുകൾ, FM റേഡിയോയുടെ സിഗ്നലുകൾ കടന്നു പോകുന്നുണ്ട്, അല്ലേ? വയർലെസ് സിഗ്നലുകൾ കടന്നു പോകുന്നുണ്ട്. അതുപോലെ പല വിധത്തിലുള്ള സിഗ്നലുകൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ എന്നിട്ട് നമ്മളത് അറിയാത്തത് എന്താ? അതിനെ റിസീവ് ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല. പക്ഷെ നമുക്കൊരു ഒരു ഒരു റേഡിയോ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു FM റേഡിയോ, FM റിസീവർ നമ്മുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ. ഉണ്ട് എന്നിരുന്നാൽ പോലും അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മളതിനെ കൃത്യമായിട്ട് ട്യൂൺ ചെയ്യുകയാണെങ്കിൽ അതാത് സ്റ്റേഷൻ്റെ ഫ്രീക്വൻസിയെ അത് റിസീവ് ചെയ്യും. അവിടെ പാട്ടാണെങ്കിൽ അത്, പ്രഭാഷണമാണെങ്കിൽ അത്, എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇതുപോലെ തന്നെ ശരീരമെന്ന് പറയുന്ന ഈ മാധ്യമത്തിൽ നിന്നും ബോധം പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് ഈ പറയുന്ന ബോധം ട്യൂണ്ടായിക്കഴിഞ്ഞാൽ അവിടെയുള്ള വിവരങ്ങളിൽ ചിലതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കപ്പാസിറ്റിക്ക് ഉള്ളിലുള്ളത്, ഈ പറയുന്ന ബോധത്തിൻ്റെ കപ്പാസിറ്റിക്ക് ഉള്ളിലുള്ളത് അതിന് കിട്ടും. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഉണരുന്ന സമയങ്ങളിൽ, ഈ സമയത്ത് നമ്മൾ അഗാധമായിട്ടുള്ള ഉറക്കത്തിലാണ്. അപ്പോൾ ഈ ഡേറ്റകൾ കിട്ടുമെന്ന് പറയുമ്പോൾ ഇതിൽ ചിലപ്പോൾ കഴിഞ്ഞു പോയ സംഭവങ്ങളുണ്ടാകും, ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളുണ്ടാകും, ചിലപ്പോൾ നാളെ നടക്കാനുള്ളതുണ്ടാകും, ഒരു മാസം കഴിഞ്ഞ് നടക്കാനുള്ളതുണ്ടാകും. ഇങ്ങനെ പല വിധത്തിലുള്ള സംഭവങ്ങളുടെ ഡേറ്റകളും വിവരങ്ങളുമായിട്ടാണ് ഇവൻ തിരിച്ചെത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറയുന്നത് ഈ സമയത്ത്, അതായത് ഈ ഉറങ്ങിക്കിടക്കുന്ന ഉറക്കത്തിൻ്റെ അഗാധമായിട്ടുള്ള തലങ്ങളിൽ നിങ്ങളുടെ ബോധം, കോൺഷ്യസ് അവിടെ ഇല്ല, അവൻ ആബ്സെൻ്റ് ആണ്, അവൻ പിൻവലിഞ്ഞിരിക്കുകയാണ്. സബ് കോൺഷ്യസ് തലത്തിലാണ് ഇതെല്ലാം, ഈ ഡേറ്റകളെല്ലാം തിരികെ ലോഡാകുന്നത്, ഉപബോധതലത്തിലാണ് ലോഡാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരികെ നിങ്ങൾ ഉണർന്നു വരുമ്പോഴേക്കും ഈ ഡേറ്റകളിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല.
ഇനി അതല്ല എങ്കിൽ ചിലപ്പോൾ രാത്രി കാണുന്ന ചില സ്വപ്നങ്ങൾ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണർന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് ആ സ്വപ്നങ്ങൾ ഓർമ്മയുണ്ടാകും അല്ലേ? ആ സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങളിലെ വ്യക്തികളും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഓർക്കും, നിങ്ങൾ വിചാരിക്കും രാവിലെ ഉണരുന്ന സമയത്ത് ഒന്ന് വിശകലനം ചെയ്ത് നോക്കണം, കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ക്ലാരിറ്റിയിൽ കിട്ടുമോ എന്നറിയാനൊരു ശ്രമം നടത്തണം എന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ. പക്ഷേ ഇതിൽ മെജോറിറ്റിയിലും നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ ഈ ഡേറ്റ തന്നെ പോയിട്ടുണ്ടാകും. ചിലപ്പോൾ ഈ സ്വപ്നം കണ്ടതേ മറന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടും എന്തൊക്കെയോ കണ്ടു, ചിലപ്പോൾ പറയാമല്ലോ ഞാൻ എന്തൊക്കെയോ കണ്ടു, എവിടെയെല്ലാമൊക്കെയോ യാത്ര ചെയ്തു, ആരൊക്കെയോ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും അറിയില്ല. കാരണം എന്താ? ഈ ഡേറ്റ പൂർണ്ണമായിട്ടും സബ് കോൺഷ്യസിലേക്ക് പിൻവലിഞ്ഞു പോയി. കോൺഷ്യസിലൊന്നുമില്ല. അതുകൊണ്ടാണ് ഡേറ്റ കിട്ടാത്തത്. അപ്പോൾ ഈ പിൻവലിഞ്ഞ് പോയിരിക്കുന്ന ഡേറ്റയ്ക്കുള്ളിൽ ഇനി വരാൻ പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒത്തിരി സംഭവങ്ങളുണ്ട്. പക്ഷേ കോൺഷ്യസിന് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ കോൺഷ്യസ് ഇത് ആക്സസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതെപ്പോഴാന്ന് പറഞ്ഞാൽ, ഈ ഇവിടെ കിടക്കുന്ന ഡേറ്റകൾ ഉണ്ടല്ലോ, നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രത്യേക സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡേറ്റ ആയിരിക്കും ഇവിടെ ഉള്ളത്. ഇവിടെ മീൻസ് സബ് കോൺഷ്യസിലുള്ളത്. പക്ഷേ കോൺഷ്യസില്ലാത്തതുകൊണ്ട് അറിയില്ല. എന്നാൽ ഈ സ്ഥലത്തിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾ ഫിസിക്കലി എത്തുമ്പോൾ പെട്ടെന്ന് ഇവന് തോന്നും ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് എന്ന്. ഒരു ഉദാഹരണത്തിന് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, LKG പഠിച്ച ഒരു പാട്ട് ഒന്ന് പാടൂ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് പാടാൻ പറ്റും? നഴ്സറിയിൽ പഠിച്ചൊരു പാട്ട് പാടൂ, അല്ലെങ്കിൽ LKG പഠിച്ചൊരു പാട്ട് പാടൂ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് പാടാൻ പറ്റുമോ? അധികം പേർക്കും സാധ്യമല്ല. എന്നാൽ അതേസമയം ആരെങ്കിലും ഒരു പാട്ട് പാടുകയാണെന്നിരിക്കട്ടെ, ഇപ്പോൾ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പാട്ട് പാടുകയാണെന്നിരിക്കട്ടെ, ഉടനെ നിങ്ങൾക്കത് ഓർമ്മ വരും, യെസ് ഇത് ഞാൻ LKG പഠിച്ചതാണ്, ഇതല്ലെങ്കിൽ നഴ്സറിയിൽ ടീച്ചർ പാടിയിട്ടുണ്ട്, ഇത് ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഈ ഡേറ്റയുടെ പിന്നിലൊരു യാത്രയാണ്. അന്നത്തെ ആ സാഹചര്യങ്ങൾ, അന്ന് ചിലപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് കൂട്ടുകാർ, ആ LKG ആ ക്ലാസ് റൂം, ഇങ്ങനെ കുറേ ഡേറ്റകൾ പെട്ടെന്ന് നമ്മളിലേക്ക് റീകളക്ട് ചെയ്തെത്തും. ക്ലിയർ ആവുന്നുണ്ടോ? ഇതേമാതിരി ഫിസിക്കലി നമ്മൾ ആ സ്ഥലത്തെത്തുന്ന സമയത്ത് ഇത് ഓരോന്നോരോന്നായിട്ട് ഓർമ്മ വരും. ഇത് സംഭവിക്കാറുണ്ട്. ഒന്ന്, ഇനി അവിടെ നമുക്ക് റിയാലിറ്റി ചെക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വരുന്ന സമയത്ത് ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ആ ചുവന്ന ബാഗും പിടിച്ച് നിൽക്കുന്ന ആളെ ഇങ്ങനെ തന്നെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു തോന്നൽ, ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ അത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് എന്ന് നമുക്ക് റിയാലിറ്റി ചെക്കപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക, പിന്നെയുള്ള കാഴ്ചകളിലേക്ക് ഒന്നും പോകരുത്, ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒന്ന് റിക്കവറി ചെയ്യാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞില്ലേ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞ പാട്ട് കേട്ടപ്പോൾ ആ നഴ്സറിയും ആ ക്ലാസ്സും ഇതൊക്കെ ഓർമ്മ വന്നില്ലേ? അതുപോലെ ഈ കിട്ടിയ ഡേറ്റയുടെ അപ്പുറവും ഇപ്പുറവും എന്താണെന്ന് ജസ്റ്റ് കണ്ണടച്ചിട്ട്, കണ്ണ് തുറന്നു നിന്നാൽ നിങ്ങളെ പറ്റിക്കും. കണ്ണടച്ചിട്ട്, ഇനിയിപ്പോൾ നടുറോഡിൽ നിന്നിട്ട് കണ്ണടച്ചേക്കരുത് കേട്ടോ, സാറ് പണ്ട് വെബിനാറിൽ പറഞ്ഞ് ഇത് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് വെച്ചിട്ട് എന്നാൽ വേറെ സ്ഥലത്തെത്തിപ്പോവും, ഈ പറഞ്ഞ കോഡ് കട്ടായി പോവും. അപ്പോൾ അതുകൊണ്ട് അതിന് നിൽക്കരുത്. സേഫായിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഒന്ന് കണ്ണടച്ചിട്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ഇനി എന്താണ് കണ്ടിരിക്കുന്നത് എന്നുള്ള കുറേ ഡേറ്റകൾ റീകളക്ട് ചെയ്യുക. എന്നിട്ട് കണ്ണ് തുറക്കുക. പിന്നീട് ചുറ്റുപാടും നോക്കുക. നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഈ ഡേറ്റകളുടെ ആവർത്തനമാണോ അവിടെ സംഭവിക്കുന്നത്, അതൊന്ന് നോക്കുക. ഇത് റിയാലിറ്റി ചെക്കപ്പിനുള്ള നല്ല ഒരു മാർഗമാണ്, വളരെ ഗംഭീരമായിട്ടുള്ളൊരു മാർഗമാണ്. ഇനി ചില വ്യക്തികളിലെങ്കിലും ഇത് മറക്കില്ല, അപൂർവമായിട്ട് ചില വ്യക്തികളിലെങ്കിലും ഈ പറയുന്ന ബോധപൂർവമല്ലാത്ത ആസ്ട്രൽ ട്രാവൽ, അതായത് ഗാഠനിദ്രയ്ക്കിടയിൽ ശരീരം വിട്ടു പോയി വരുന്ന ഈ അനുഭവങ്ങൾ മറക്കില്ല. അത് അവർ പറയും, ഞാൻ ഇന്നത് കണ്ടു, അത് പിന്നീട് സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിച്ച ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് ഇതാണ്. ഇതിനെയാണ് പഴയ മുത്തശ്ശിമാർ പറയാറുണ്ട്, പുലർച്ചെ കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും എന്ന്. അതിൻ്റെ കാരണം എന്താ? എപ്പോഴാണ് മെജോറിറ്റിയിൽ ഈ ഡീപ്പ് സ്ലീപ്പ് സംഭവിക്കുന്നത്? പുലർച്ചെ അല്ലേ, 2 മണി 3 മണി 3:30 മണിയൊക്കെ ആകുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവൻ പോയിട്ട് വരുന്നതാ. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ബോധപൂർവമല്ലാത്ത ആസ്ട്രൽ പ്രൊജക്ഷൻ. ഈ ബോധപൂർവമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് ഓർമ്മയിലില്ലാത്തത്.
ഇനി ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ ഒരു മാർഗ്ഗമുണ്ട്. ഇതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗ്ഗം എന്താണെന്ന് പറഞ്ഞാൽ ഡ്രീം ജേണൽ എഴുതുക എന്നുള്ളതാണ്. ഡ്രീം ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു ബുക്കും പെന്നും തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ബെഡിനടുത്ത് തന്നെ വയ്ക്കുക. ബുക്കും പെന്നും തയ്യാറാക്കിയിട്ട് ബെഡിനടുത്ത് തന്നെ വയ്ക്കുക. എന്നിട്ട് ഇതുപോലൊരു സ്വപ്നത്തിൽ നിന്ന് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലുള്ളതെല്ലാം എഴുതുക. മാത്രമല്ല, അപ്പം എഴുതാൻ തുടങ്ങിയാൽ കൂടുതൽ ഡേറ്റകൾ കിട്ടും. കൂടുതൽ ഡേറ്റകൾ റീകളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പരമാവധി ഡേറ്റകൾ നിങ്ങൾക്ക് അന്നേരം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരു കാര്യം, ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ നമ്മുടെ ആധുനിക യുഗമാണല്ലോ, ആധുനിക യുഗമാകുന്ന സമയത്ത് ബുക്കും പേനൊന്നും വെക്കണ്ട, നമ്മുടെ ഫോണിൽ തന്നെ എഴുതാനുള്ളൊരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി വെച്ചാൽ അത് എഴുതാമെന്നുള്ളത് പറ്റും. പക്ഷെ അതിനൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഫോൺ എടുത്തു, അതിൻ്റെ അൺലോക്ക് ചെയ്തു. അൺലോക്ക് ചെയ്യണമെങ്കിൽ ആരുണരണം? നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്യണമെങ്കിൽ ആരുണരണം? കോൺഷ്യസ് ഉണരണം അല്ലേ? കോൺഷ്യസ് ഉണരണം. പിന്നെ അൺലോക്ക് ചെയ്തു, ഇങ്ങനെ തപ്പി നോക്കി, ഓരോ ആപ്ലിക്കേഷൻ തപ്പി നോക്കി, അതിനിടയിൽ ആ ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചു. വേറെ ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. ഈ ഡീപ്പ് സ്ലീപ്പിലെന്ന് ഉറങ്ങി വരുമ്പോൾ കണ്ണൊന്നും അത്ര പിടിച്ചു കൊള്ളണമെന്നില്ല. കണ്ണ് പിടിക്കാതെ മീൻസ് അത്ര ക്ലാരിറ്റിയോടുകൂടി കാണാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതും പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഡയറി തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. എന്നിട്ട് അതിലെഴുതി ശീലിക്കുക. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ദിവസം കഴിയുമ്പോഴേക്കും കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരും. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. എഴുതി ശീലിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ എഴുതി തുടങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഒട്ട് ആവശ്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നാച്ചുറലായിട്ട് സംഭവിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു സാധാരണ വ്യക്തിയുടെ സ്വസ്ഥത നശിച്ചു പോകും. കാരണം പ്രകൃതിയായിട്ട് തന്നെയാണ് ഇതെല്ലാം, ഈ സംഗതികളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളിലേക്ക് ചില വിവരങ്ങൾ തരുന്നതും അതിനെ ഒളിപ്പിച്ച് വയ്ക്കുന്നതും അത് മറന്നു പോകാനുള്ള സംഗതികൾ തന്നിരിക്കുന്നതും നേരത്തെ പറഞ്ഞതുപോലെ കറണ്ട് പോക്കുന്നതും റീഫ്രഷ് ചെയ്യുന്നതും എല്ലാം പ്രകൃതിയാണ്. കാരണം ഒരു സാധാരണ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിന് ഇതെല്ലാം വേണം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇന്നേ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സ്വസ്ഥത അങ്ങോട്ട് നശിച്ചു പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു മനോഹാരിത എന്ന് പറയുന്നത് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു അരക്ഷിതത്വം തന്നെയാണ് ജീവിതത്തിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സാധാരണഗതിയിൽ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പുരാണങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ശ്രീശുദ്ധ ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് കൊടുത്ത ഒരു വരം അദ്ദേഹത്തിൻ്റെ സ്വസ്ഥതയെ കെടുത്തിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ഡെത്ത്, മരണ ദിവസം എന്നാണെന്ന് കൃത്യമായിട്ട് എഴുതി അങ്ങ് കയ്യിൽ കൊടുത്തു. വേറെ ഒന്നും ചെയ്തില്ല. എന്നാണ് മരിക്കുന്നത്, ഇത്ര തീയതി ഇത്ര മണിക്ക് ഇന്ന വിധത്തിലെന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതി അങ്ങ് കയ്യിൽ കൊടുത്തു. അതോടുകൂടി ആളുടെ സ്വസ്ഥത പോയി. ആ നിമിഷം ആൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഫിസിക്കലി മരിച്ചു എന്നുള്ളതല്ല, പക്ഷേ മാനസികമായിട്ടും വൈകാരികമായിട്ടും അപ്പം തന്നെ യാത്ര തുടങ്ങി എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവസാന നിമിഷം വരെ ഏറെക്കുറെ സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് പോകാൻ ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന, സ്വതസിദ്ധമായിട്ട് നടക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ. ഇനി അല്ലാതെ ബോധപൂർവം ഇത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. അതിന് ധാരാളം മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലേക്ക് നമുക്ക് പിന്നൊരിക്കൽ പോകാം. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. വളരെ ഡീപ്പ് ലെവലിലുള്ള ധ്യാനങ്ങളിലൂടെ, ഡീപ്പ് ലെവലിലുള്ള മെഡിറ്റേഷനുകളിലൂടെ നമുക്ക് ഈ പറയുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്താൻ പറ്റും. ഈ പറയുന്ന പ്രപഞ്ചബോധവുമായിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കും. അവിടുന്ന് വിവരങ്ങൾ ഡീകോഡ് ചെയ്യാൻ സാധിക്കും. ഈ വിധത്തിൽ വിവരങ്ങൾ ഡീകോഡ് ചെയ്യുന്നതിലൂടെ ഭാവി കാര്യങ്ങൾ അറിയുക എന്നുള്ളത് മാത്രമല്ല, പ്രാപഞ്ചികമായിട്ടുള്ള ഒട്ടനവധി അറിവുകൾ നമുക്കിതിലൂടെ ആർജിക്കാൻ സാധിക്കും. പ്രാപഞ്ചികമായ അസാധാരണമായിട്ടുള്ള അറിവുകൾ നമുക്ക് ആർജിക്കാൻ സാധിക്കും. ഒട്ടനവധി അറിവുകൾ ആർജിക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ഈ ജ്യോതിഷം, ആസ്ട്രോളജി, അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവലിലുള്ള
ഒരു പ്രാക്ടീസ് കൂടിയാണ്. അവിടെ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നല്ല പറയുന്നത്, ധ്യാനത്തിലൂടെ സംഭവിക്കുന്ന ഒന്നാണ് ഉൾക്കാഴ്ച. ആ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനം ഇതാണ്, ഈ പറയുന്ന പ്രപഞ്ചബോധവുമായിട്ടുള്ള താതാത്മ്യം പ്രാപിക്കൽ. പക്ഷെ അങ്ങനെ താതാത്മ്യം പ്രാപിക്കുമ്പോഴും അങ്ങനെ കാര്യങ്ങൾ അറിയുമ്പോഴും മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ അറിയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാനുള്ള കഴിവ് അതാത് വ്യക്തികൾക്കില്ല എങ്കിൽ അവിടെയും ജീവിതം വലിയ പ്രതിസന്ധിയിലാകും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നാളെ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ഇന്നേ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും സ്വസ്ഥതയെ കെടുത്തിക്കളയും. പക്ഷേ നേരത്തെ ഈ പറയുന്ന പ്രപഞ്ചബോധവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചാൽ കഴിഞ്ഞുപോയ കാലത്തുള്ള കാര്യങ്ങൾ, ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അറിയാനും അസാധാരണമായിട്ടുള്ള അറിവുകളെ സ്വായത്തമാക്കാനും പറ്റും. ഈ 3 കാലങ്ങളെക്കുറിച്ചുള്ള അറിവുകളെ സ്വായത്തമാക്കുന്നതിനെ ത്രികാലജ്ഞാനം എന്ന് പറയുന്നു. ത്രികാലജ്ഞാനം. അപ്പോൾ ത്രികാലജ്ഞാനിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട്. 1. 2, ഈ പറയുന്ന മാതിരി സംഭവിക്കാൻ പോകുന്നത് എന്ത് തന്നെ ആയാലും അതിനെ അതീവിധത്തിൽ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഒക്കെയുള്ള മാനസിക, വൈകാരിക, ശാരീരിക കഴിവുകൾ അല്ലെങ്കിൽ പക്വത അതാത് വ്യക്തികൾക്കുണ്ട്. ഞാനതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നിർത്താം. മഹാഭാരതത്തിൽ നിന്നാണ്. മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം ഇങ്ങനെ ഗംഭീരമായിട്ട് തുടങ്ങാനിരിക്കുന്ന സമയത്ത് അർജുനന് ഒരു ആശങ്ക തോന്നി. കാരണം അർജുനന് തോന്നിയ ആശങ്ക ഇതാണ്: അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടുമെല്ലാം മറുപക്ഷം വളരെ ശക്തമാണ്. ഗുരുക്കന്മാരെല്ലാം അപ്പുറത്താണുള്ളത്. എല്ലാവരും വലിയ പടയാളികളെല്ലാം മറുപക്ഷത്താണുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ യുദ്ധം ചെയ്താൽ വിജയസാധ്യത വളരെ കുറവല്ലേ? അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് ഒരുങ്ങുന്നത് ആത്മഹത്യാപരമല്ലേ എന്നുള്ള ഒരു സംശയം അവിടെ തോന്നുന്നുണ്ട്. അപ്പോൾ അർജുനൻ നേരെ പോയിട്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ഇതേ ചോദ്യം കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ സാഹചര്യത്തിൽ യുദ്ധത്തിന് പുറപ്പെടുന്നത് ആത്മഹത്യാപരമല്ലേ കൃഷ്ണ എന്ന് ചോദിക്കുന്നുണ്ട്. കൃഷ്ണൻ പറയുന്നുണ്ട്, അപ്പുറത്തെ ഭീഷ്മരുണ്ട്, നമ്മുടെ ആചാര്യനാണ് ഭീഷ്മർ. വൈകുന്നേരം സൂര്യാസ്തമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യുദ്ധമില്ല, അതുകൊണ്ട് നേരെ അവിടെ പോയി ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെയാണ് കൊലപ്പെടുത്തേണ്ടത്? ഭീഷ്മരെ സാധാരണഗതിയിൽ കൊല്ലാൻ സാധ്യമല്ല എന്നിവർക്കറിയാം. എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് പറയണം, അതും അവിടെ തന്നെ ചോദിച്ചോളാൻ പറയും. ആരോടാണ് ചോദിക്കുന്നത്? കൊല്ലപ്പെടേണ്ട ആളോട് കൊല്ലാൻ പോകുന്ന ആളൊന്ന് ചോദിക്കുക തന്നെ എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വൈകുന്നേരം അസ്തമനം കഴിഞ്ഞപ്പോഴേക്കും അർജുനൻ നേരെ പോയിട്ട് ഭീഷ്മരുടെ പർണശാലയിൽ പോയിട്ട്, അന്ന് കോളിംഗ് ബെല്ലല്ല, മണിയോ എന്തോ ആയിരിക്കാം, അത് മുട്ടി. ഉള്ളിൽ നിന്ന് വിളിച്ച് ചോദിച്ചു. ഭീഷ്മർ അന്വേഷിക്കുകയാണ്, അർജുനല്ലേ വന്നത്? ആദ്യത്തെ ചോദ്യം അർജുനല്ലേ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതേ എന്ന് ഉത്തരം പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞിട്ടല്ലേ വന്നത് എന്ന് ചോദിച്ചു. അതേ എന്ന് ഉത്തരം പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം വന്നു, എന്നെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് അറിയാനല്ലേ വന്നത് എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. കയറി പോന്നോളാൻ പറഞ്ഞു. വെറുതെ ചുമ്മാ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വീട്ടിലൊരാൾ കോളിംഗ് ബെൽ അടിച്ചിട്ട് ഇതേ ചോദ്യം ചോദിക്കുകയാണെന്ന് വിചാരിച്ചോളൂ, എന്തായിരിക്കും സ്ഥിതി? കയറി വരൂ, ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് പറഞ്ഞു തരുന്നില്ല, പക്ഷെ തൽക്കാലം ഞാനൊരു ചായ തരാം, കുടിച്ചിട്ട് വെക്കോളൂ. ഇത് പറയാനുള്ള ക്ഷമയുണ്ടോ? കോളിംഗ് ബെല്ല് അടിക്കുന്ന ആൾ പറയാണ്, ഞാൻ തനിക്കൊരു പാര പണിയാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പക്ഷെ ഭീഷ്മർ പറഞ്ഞു കയറി പോന്നോളാൻ പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യുദ്ധം തുടങ്ങി ഇത്രാമത്തെ ദിവസം ചോദിക്കുകയാണ്, അർജുനൻ ചോദിക്കുകയാണ്, ഇതേ ചോദ്യം ചോദിച്ചു. എല്ലാവരും മറുപക്ഷത്താണ്, ആചാര്യന്മാരും ആയുധബലവും അംഗബലവും എല്ലാം അപ്പുറത്താണ്. ഈ സമയത്ത് ഞങ്ങൾ യുദ്ധത്തിന് പോകണോ ആചാര്യ എന്ന് ചോദിക്കുക. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, യുദ്ധം തുടങ്ങി ഇത്രാമത്തെ ദിവസം ആരൊക്കെ മരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യുദ്ധം തുടങ്ങി ഇത്രാമത്തെ ദിവസം നിൻ്റെ ആയുധമേറ്റിട്ട് ഞാൻ മരിക്കും. ആത്യന്തികമായിട്ട് വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് യുദ്ധം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തെ കൊല്ലാൻ പോകുന്ന ആളാണ് ഈ മുന്നിലിരിക്കുന്നതെന്നറിയാം. ഈ യുദ്ധത്തിൽ അദ്ദേഹം കൊലപ്പെടുമെന്നറിയാം. എന്ന് കരുതി അദ്ദേഹം മിസ്ഗൈഡ് ചെയ്തില്ല അർജുനെ. യുദ്ധത്തിൽ നിന്ന് മാറി നിന്നില്ല. അല്ലെങ്കിൽ നീ പറഞ്ഞത് വളരെ ശരിയാണ്, അതുകൊണ്ട് യുദ്ധത്തിനൊന്നും പോകണ്ട, എങ്ങനെയെങ്കിലും സന്ധി ചെയ്തോ എന്നും പറഞ്ഞില്ല.
അതാണ് ത്രികാലജ്ഞാനം. അദ്ദേഹത്തിന് അറിയാം അതങ്ങനെയാണ് സംഭവിക്കേണ്ടത്, അങ്ങനെയേ സംഭവിക്കാവൂ എന്ന് അദ്ദേഹത്തിനറിയാം. അതുപോലെ ക്രിസ്തുവിൻ്റെ കാര്യമെടുത്താൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കോഴി കൂവുന്നതിന് മുൻപ് കൂടെയുള്ളതിലൊരാൾ ഒറ്റിക്കൊടുക്കുമെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അത് അറിയുകയും ചെയ്യാം അതാരാണെന്ന്. പക്ഷെ അദ്ദേഹം ഒരു പ്രിക്കോഷനും എടുത്തിട്ടില്ല, ഒരു പ്രതിവിധിയും എടുത്തിട്ടില്ല, ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിന്നില്ല, ഈ പറഞ്ഞ ഒറ്റുകൊടുക്കുമെന്ന് പറഞ്ഞ ആളെ മാറ്റി നിർത്തിയില്ല. കാരണം അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം അത് അങ്ങനെയാണ് സംഭവിക്കേണ്ടത്, അങ്ങനെയേ സംഭവിക്കാവൂ എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു പക്ഷേ അദ്ദേഹം മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ, ക്രിസ്തു ഈ ഒറ്റിക്കൊടുക്കാൻ വരുന്ന ആളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം ഒന്ന് മാറി നിന്നിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുക? ക്രിസ്തു ക്രൂശിലേറില്ലായിരുന്നു, പിന്നെയോ ഒരു സാധാരണ വ്യക്തിയുടെ മരണം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ക്രിസ്തുവിനെ നമ്മൾ ആരും അറിയില്ല, മഹത്തരമായിട്ടുള്ള ക്രിസ്തുമതം ഉണ്ടാവുകയുമില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അദ്ദേഹത്തിന് അറിയാം അതങ്ങനെയാണ് സംഭവിക്കേണ്ടതെന്ന്. ഈ പറയുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാനുള്ള മാനസിക, വൈകാരിക, ശാരീരിക പക്വത കൈവന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധാരണഗതിയിൽ ഈ വിധത്തിലെ ത്രികാലജ്ഞാനം ലഭിക്കൂ. ഇതല്ലാതെ ഒരു വ്യക്തി ഷോർട്ട് കട്ടിൽ ഇത് നേടുകയാണ്, സാധാരണ ഇത് കിട്ടില്ല, നേടുകയാണ് എങ്കിൽ സമാധാനം അവിടെ തീരും, പിന്നെ സ്വസ്ഥ ജീവിതം ആവില്ല. ഇതും സംഭവിക്കും, ഇതും കൂടി അറിയണം. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ആസ്ട്രൽ ട്രാവലിനെ കുറിച്ച് ഏറ്റവും ചുരുക്കിയിട്ട് പറയാനുള്ളത്. ആസ്ട്രൽ ട്രാവലിൻ്റെ ഗുണഗണങ്ങളെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ളതിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബോധപൂർവം ആസ്ട്രൽ ട്രാവലിംഗ് ചെയ്താലുള്ള ഗുണഗണങ്ങൾ പ്രപഞ്ചബോധവുമായിട്ട് ഒരു വിലയം പ്രാപിക്കാൻ സാധിക്കും. അതിലൂടെ അസാധാരണമായിട്ടുള്ള അറിവുകൾ, പ്രാപഞ്ചികമായിട്ടുള്ള അനുഭവങ്ങൾ, വേണമെങ്കിൽ ദൈവികമായിട്ടുള്ള അറിവുകൾ ഒക്കെ അതിലൂടെ ലഭിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. പക്ഷേ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. പറയൂ. ഒരേ സ്വപ്നം തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതിന്റെ ഇതല്ല. ഒരേ സ്വപ്നം തന്നെ ഇടയിലിടയിൽ കാണുന്നതിന്, ഈ സ്വപ്നം കാണുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കേട്ടോ. സൈക്കോളജി തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മളിൽ തന്നെ അന്തർലീനമായിട്ടുള്ള ശക്തമായിട്ടുള്ള വിചാരങ്ങളുടെ, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ, ചിലപ്പോൾ ഭയങ്ങളുടെ ഒക്കെ പ്രതിഫലനമായിട്ട് ഏകദേശം ഒരേ വിധത്തിലുള്ള സ്വപ്നങ്ങൾ തന്നെ കണ്ടേക്കാം. അതൊരു കാരണം. അത് സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള കാരണം. ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഏതെങ്കിലും ഒരു പൂർവ്വജന്മത്തിലെ അനുഭവം, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ നമ്മൾ കടന്നുപോയ ഒരു സാഹചര്യം, അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടും ചില സാഹചര്യങ്ങളിൽ ചില സ്വപ്നങ്ങൾ ഒരേ വിധത്തിൽ നിരന്തരം കാണാറുണ്ട്. അത്തരം കാര്യങ്ങളൊന്ന് എഴുതി വെച്ചാൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ക്ലിയർ ആയോ? പറയൂ. മരിച്ച ആളെ സാധാരണഗതിയിൽ സ്വപ്നം കാണുന്നതിന് നേരത്തെ പറഞ്ഞ മാതിരി സൈക്കോളജിക്കലായിട്ടുള്ള റീസൺ തന്നെയാണുള്ളത്. അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആകുലതകൾ, ആശങ്കകൾ, ഇതെല്ലാം തന്നെയാണ് അതിൻ്റെ സാധാരണഗതിയിലുള്ള കാരണങ്ങൾ. അതിനപ്പുറവും കാരണങ്ങൾ ഉണ്ടായേക്കാം. അത് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടതില്ല. കാരണം ഇവിടെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വേരുകളിലേക്ക് പോകേണ്ടതുണ്ടാകും. അതിനുള്ള സമയം ഇപ്പോൾ തൽക്കാലമില്ല. മാത്രമല്ല, അതിനാവശ്യമെങ്കിൽ നമുക്ക് മറ്റൊരു വേദി നോക്കാം. ഇതെല്ലാം, ഈ പറഞ്ഞതെല്ലാം പാരാസൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പാരാസൈക്കോളജി ഞാൻ വളരെ ആഴത്തിൽ കുറേയധികം പഠനങ്ങൾ നടത്തിയിരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് ഞാനത് പറഞ്ഞു തുടങ്ങിയാൽ ഒരു പക്ഷേ പെട്ടെന്ന് നിർത്തില്ല. അത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം ആയിരിക്കാം. ഓക്കെ സാർ, എനിക്ക് 2 ഡൗട്ടുണ്ട്. അതിൽ ഒന്ന് വന്നിട്ട്, സാറ് പറഞ്ഞില്ലേ നമ്മുടെ സോള് ട്രാവൽ ചെയ്യുമെന്ന് പറഞ്ഞത്, ഈ ട്രാവൽ ചെയ്ത് എപ്പോഴാണ് ഈ സ്വപ്നം ഉണ്ടാവുന്നത്? ഈ ട്രാവൽ ചെയ്യുമ്പോഴാണോ, തിരിച്ച് വന്നിട്ടാണോ? കാര്യം ഉപബോധ മനസ്സും എന്തായാലും ഈ സോളുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. സോള് പോകുമ്പോഴത്തേക്ക് കുറെ കാര്യങ്ങൾ
പാസ്റ്റ് പ്രസന്റ് പ്രപഞ്ചത്തിലുള്ളത് എല്ലാം അറിയുന്നു, അതിന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടും എന്ന് പറയുന്നുണ്ട്. അതെ, അത് നമ്മളുമായിട്ട് കണക്ട് ചെയ്തതായിരിക്കും അതോ ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും? കോമൺ ആയിട്ട് നമ്മളുമായിട്ട് കണക്ട് ആയതും വരും. നമ്മളുമായിട്ട് കണക്ട് ആയതാണെങ്കിൽ പോലും അവിടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും. ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്ക് തോന്നുന്നുണ്ടാകാം ഈ വെബിനാറിൽ, പ്ലീസ് ആവശ്യമില്ലാത്തൊരു മൈക്ക് കട്ട് ചെയ്യൂ, നിങ്ങളിൽ ചിലർക്ക് തോന്നുന്നുണ്ടാകാം നമ്മൾ ഈ വെബിനാറിൽ ഇതുപോലെ ഇരിക്കുന്നതും ചിലപ്പോൾ ഒരു വ്യക്തി ഇതേ സംശയം ചോദിക്കുന്നതുമായിട്ടുള്ള ഫീല് ചിലപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം, മേ ബി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാരണങ്ങളുണ്ട്. അതോടൊപ്പമുള്ള പാരാസൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പേര് ഈ സമയം ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ ഇത് ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു രൂപരേഖയുടെ പ്രതിഫലനമാണ്. രൂപരേഖ എന്ന് പറഞ്ഞാൽ കരട് രൂപരേഖ എന്ന് പറഞ്ഞാൽ മതി. കരട് രൂപരേഖ എന്ന് പറയാൻ ഞാൻ കാരണം എന്ന് പറയുന്നത്, പലരും പറയാറുണ്ട് പൂർണ്ണമായും എഴുതപ്പെട്ട ഒരു നാടകത്തിൻ്റെ പുനരാവിഷ്കാരം എന്ന് ജീവിതത്തെ പറയാറുണ്ട്. ഞാനങ്ങനെ കരുതുന്നില്ല. എൻ്റെ എക്സ്പീരിയൻസുകൾ അങ്ങനെയല്ല. പൂർണ്ണമായും എഴുതപ്പെട്ട ഒരു നാടകത്തിൻ്റെ പുനരാവിഷ്കാരമാണ് എങ്കിൽ അവിടെ പുതുതായിട്ടൊന്നും സംഭവിക്കാനില്ല, പുതുതായിട്ടൊന്നും കിട്ടാനില്ല. അതേസമയം ഒരു കരടാണെങ്കിൽ, കരട് രൂപരേഖയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള, അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനോ തിരിച്ചാക്കാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിലൂടെ കൂടുതൽ അറിവുകളിലേക്ക്, കൂടുതൽ പരിവർത്തനങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ സാധിക്കും. അപ്പൊ അതാണ് ഇപ്പൊ അത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ ലോ ഓഫ് അഫർമേഷനോ മാനിഫെസ്റ്റേഷനോ ഇതൊന്നും അല്ലല്ലോ, അതായിട്ട് ഒരു ബന്ധമല്ലല്ലോ. ഇപ്പൊ നേരത്തെ നമ്മളെ വിധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നോക്കൂ, യെസ് എക്സാക്ട്ലി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് എഴുതപ്പെട്ട, പൂർണ്ണമായിട്ടും എഴുതപ്പെട്ട ഒരു തിരക്കഥയുടെ പുനരാവിഷ്കാരമല്ല. ഈ തിരക്കഥ എന്ന് പറയുന്നത് ഒരു കരട് രൂപരേഖ മാത്രമാണ്. അതിൽ തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റും, നമ്മുടെ പാർട്ടുണ്ട്. അത് നമ്മുടെ അറിവുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും. മനസ്സിലാവും? മനസ്സാണ് എല്ലാം നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഒരു കാര്യത്തിൽ ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നേടാൻ പറ്റും എന്നുള്ള ഒരു ഇതാണല്ലോ പൊതുവെ ഇപ്പോഴ് ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. അതെ. അപ്പൊ ഇത് നേരത്തെ ഈ സോൾ ട്രാവൽ ചെയ്ത് ഒരു വിധി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ കാര്യമില്ലല്ലോ. നോക്കൂ, അതാണ് ഞാൻ പല പ്രാവശ്യം ആവർത്തിക്കുന്നത്, കരട് രൂപരേഖ മാത്രമാണ്. ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്, സോറി. ഓക്കെ, കരട് രൂപരേഖ മാത്രമാണ്, പൂർണ്ണമായിട്ടുള്ള ലിഖിതം അതല്ല. എഴുതി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തന്നെ സംഭവിക്കും, ഇങ്ങനെയേ സംഭവിക്കൂ എന്നുള്ളതല്ല. അതൊരു മാർഗമാണ്. അതിൽ തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ സാധ്യമാക്കുന്നത്. പിന്നെ ചോദിച്ചയാളൊന്ന് ഓൺലൈനിലുണ്ടാവണേ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെയും പിന്നിൽ മറ്റു ചില കാര്യങ്ങളൂടെ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വേ മാത്രമല്ല, അതിനും അപ്പുറവും ഇപ്പുറവും ശാഖകളുണ്ട്. അതിലൊന്നാണ് ലോ ഓഫ് കർമ്മ നിയമങ്ങൾ. കർമ്മനിയമങ്ങളെന്ന് പറഞ്ഞാൽ അതുവേണ്ടി മാത്രം വളരെ ആഴത്തിൽ നമുക്ക് പോകേണ്ട ഒരു ഏരിയ ആണ്. കർമ്മനിയമങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും, എത്രയൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകളോ മറ്റു പ്രാക്ടീസുകളോ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലതെല്ലാം അതിലൂടെ കടന്നു പോകേണ്ടതായിട്ട് തന്നെ ഉണ്ടാകും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സോൾ അപ്ഡേഷന് അതാവശ്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അമ്മയോട് 4 വയസ്സുള്ള കുട്ടി ഒരു പവർ ബൈക്ക് ആവശ്യപ്പെടുന്നു, ഒരു മോട്ടോർ ബൈക്ക് ആവശ്യപ്പെടുന്നു. അമ്മ വാങ്ങിക്കൊടുക്കുമോ? ഒന്ന് പറയാമോ? വാങ്ങിക്കൊടുക്കുമോ ഇല്ലയോ? വാങ്ങിക്കൊടുക്കില്ല. അത് ആ കുഞ്ഞിനോടുള്ള ഇഷ്ടക്കുറവ് കാരണമാണോ? അല്ല. കുഞ്ഞ് പല മാർഗങ്ങളും നോക്കും. ചിലപ്പോൾ അലറി കരയും, ചിലപ്പോൾ അവൻ പട്ടിണി കിടക്കും, ചിലപ്പോൾ നെഞ്ചത്തടിക്കും, ചിലപ്പോൾ പിണങ്ങിയിരിക്കും. ഇനി ഇതിലെന്തൊക്കെ ചെയ്താലും അമ്മ വാങ്ങിക്കൊടുക്കുമോ? ഇല്ല, വാങ്ങിക്കൊടുക്കില്ല. പക്ഷെ അമ്മ വാങ്ങിക്കൊടുക്കും. എപ്പോൾ? അവൻ പ്രായപൂർത്തിയാകുമ്പോൾ, അവൻ ഈ ബൈക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി എത്തുമ്പോൾ ചിലപ്പോൾ അമ്മ വാങ്ങിക്കൊടുത്തേക്കും. അതുവരെ അമ്മ വാങ്ങിക്കൊടുക്കില്ല. കാരണം അത് അവനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, മറിച്ച് അവൻ അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ലോ ഓഫ് കർമ്മയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പക്ഷേ അവിടെയും നമുക്കൊരു കാര്യം ചെയ്ത്, ഞാനൊരു കുഞ്ഞുദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, അവിടെയും നമുക്കൊരു കാര്യം ചെയ്യാം. കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാത്ത കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടാണ്, അല്ലേ? അപ്പോൾ നമ്മളൊരു ആഗ്രഹം വിചാരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് നേടാനുള്ള
സ്പിരിച്വൽ കപ്പാസിറ്റി കൂടി നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. അതിൻ്റെ ചില കാരണങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാകും. അതിനെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ അതിനെ ഫുൾഫിൽ ചെയ്യാനോ കഴിഞ്ഞാൽ അതും നമുക്ക് നേടാൻ പറ്റും. പിന്നെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില മാർഗങ്ങളിലൂടെ തന്നെ പോകേണ്ടി വരും. അത് മറ്റൊരിക്കൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ അതും ഞാൻ ഒന്ന് പറഞ്ഞ് വരാം. ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ്റെ ക്ലാസ്സുകളിലൊക്കെ പൊതുവെ ഞാൻ പറയാറുണ്ട്. അതായത് നമ്മളൊരു LP ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില അധ്യാപകർ നമുക്ക് ശിക്ഷകൾ തരും അല്ലേ. ചെവിക്ക് പിടിക്കും, തല്ലും, ഇമ്പോസിഷൻ എഴുതിപ്പിക്കും, ചിലപ്പോൾ വേറെ പല കാര്യങ്ങളും ചെയ്യും. അന്ന് നമുക്ക് ഒരുപാട് വേദന തോന്നിയിട്ടുണ്ട് ആ അധ്യാപികയുടെ ആ പ്രവൃത്തികളെ ഓർത്തിട്ട് അല്ലേ. ചിലപ്പോൾ അവരോട് നമുക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടാകും, ദേഷ്യം തോന്നിയിട്ടുണ്ടാകും, പലതും തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആ ശിക്ഷിച്ചതിൻ്റെ വേദന ഇപ്പോൾ ഉണ്ടോ? വിഷമം തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അന്ന് ആ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്തിനാണ് അത് ചെയ്തത് എന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. ആ തിരിച്ചറിവ് നമുക്കിപ്പോൾ വന്നതുകൊണ്ട് ആ അധ്യാപകനോട് വേദന ഇല്ലാത്തത്. പക്ഷെ അന്ന് തിരിച്ചറിവ് കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ അറിവുകളുടെ അഭാവം തന്നെയാണ്. അതുപോലെ ചിലതെല്ലാം നമ്മളിൽ നിന്ന് പിൻവലിക്കുന്നതും ചിലതെല്ലാം നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുന്നതുമെല്ലാം ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളിലൂടെ, അറിവുകളിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ്. അത് ആ വിധത്തിൽ സംഭവിക്കേണ്ടതുമുണ്ടാകും. അതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ നമ്മുടെ സോൾ പ്യൂരിഫിക്കേഷനിൽ ചില അപാകതകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ സർ, താങ്ക് യു. പരമാവധി മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാം, അത്രയേ ഉള്ളൂ. മാക്സിമം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റും ലോ ഓഫ് അട്രാക്ഷനിലൂടെ. അപ്പൊ ഈ നമ്മളെ പാസ്റ്റ് ലൈഫ് കർമ്മയും ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഏറെക്കുറെ നമുക്കത് ക്ലിയർ ചെയ്ത് വരാം. മാത്രമല്ല, നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദാനം ചെയ്യുക എന്നുള്ളത്. ഈ ദാനം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് തന്നെ കർമ്മയെ ഓവർറൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ദാനം ചെയ്യുന്നതിലൂടെ. ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മളൊരു വ്യക്തിക്ക് മാനസികമായിട്ടോ വൈകാരികമായിട്ടോ ശാരീരികമായിട്ടോ ഉണ്ടാക്കിയിരിക്കുന്ന വേദനയെ പരിഹരിക്കുകയാണ് അതിലൂടെ സംഭവിപ്പിക്കുന്നത്. അതുകൊണ്ടാണത് പറയുന്നത്. എന്ത് തരത്തിലുള്ള ദാനം ആണെങ്കിലും കുഴപ്പമില്ല, എന്തുമാകാം. ആഹാരമോ വസ്ത്രമോ, അതായത് ആ വ്യക്തിക്ക് ആ സമയത്ത് എന്താണോ വേണ്ടത് അതാണ് കൊടുക്കേണ്ടത്. ഇനി അതുപോലെ നമ്മുടെ വിഷയമൊക്കെ വിട്ടുപോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ലീവ് ചെയ്യാനുള്ള ആൾക്കാർ ലീവ് ചെയ്തോളൂ. ചോദിച്ചതുകൊണ്ട് ചില കാര്യങ്ങളും, കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പഠന വിഷയത്തിൽ ഒരു വലിയ ഭാഗം പാരാസൈക്കോളജി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ് നിർത്തില്ല. ഈ ദാനം ചെയ്യുക എന്നുള്ളത് നമ്മൾ സാധാരണ പറയില്ലേ, 2 പശു ഉണ്ടെങ്കിൽ ഒന്ന് ദാനം ചെയ്തോ, 2 വീടുണ്ടെങ്കിൽ ഒന്ന് ദാനം ചെയ്തോ, അല്ലെങ്കിൽ നമുക്ക് കൂടുതലുള്ളത് ദാനം ചെയ്യാമെന്ന് പറയാറില്ലേ. അതിനെ വേണമെങ്കിൽ ദാനത്തിൻ്റെ കൂട്ടത്തിൽ പെടുത്താം, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ഇല്ലായ്മകൾക്കിടയിൽ പോലും ദാനം ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ദാനം എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത് ഈ കുരുക്ഷേത്രത്തിൽ നിന്ന് തന്നെയുള്ളൊരു ഉദാഹരണം പറയാം. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പാണ്ഡവർ ജയിച്ചിട്ട് സ്ഥാനാരോഹണത്തിൻ്റെ സമയത്ത് ഒരു വലിയ യാഗം നടത്തുന്നുണ്ട്. ഈ യാഗത്തിൽ ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട്, ധാരാളം ദാനകർമ്മങ്ങൾ നടക്കുന്നുണ്ട്, സുഭിക്ഷമായിട്ടുള്ള വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വിലപ്പെട്ട അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, യുധിഷ്ഠിരനാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണുകയാണ്. ഒരിടത്ത് ഇത്തിരി വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്, മണ്ണിൽ ഇച്ചിരി വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിൽ ഒരു കീരി വന്നിട്ട് ഇങ്ങനെ കുത്തിമറിയാണ്, ഈ വെള്ളത്തിൽ ഇങ്ങനെ കുത്തിമറിയാണ്. ഈ കീരിക്കൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കീരിയുടെ ഒരു ഭാഗം സ്വർണ്ണമാണ്, ഒരു ഭാഗം സാധാരണ കീരിയാണ്. അപ്പോൾ ഈ കീരി വന്നിട്ട് ഇങ്ങനെ കുത്തിമറിയുന്നുണ്ട്. അപ്പോൾ യുധിഷ്ഠിരൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. പേരുകൾക്ക് വ്യക്തികൾക്കും പ്രാധാന്യമില്ല, മെസ്സേജ് മാത്രം എടുത്താൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ കീരിയെ അപ്പോൾ കീരി കുറേ സമയം കുത്തിമറിഞ്ഞിട്ട് നിരാശനായിട്ട് കീരി പറയുകയാണ്, പോരാ, ആ വൃദ്ധനായിട്ടുള്ള ബ്രാഹ്മണൻ നടത്തിയ ദാനത്തിൻ്റെ അത്രയൊന്നും ഇത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരന് വലിയ അത്ഭുതമായി. കാരണം അത്ര ഗംഭീരമായിട്ട് അത്രയും ആർഭാടത്തോടു കൂടി നടത്തിയതാണ് യാഗം. പക്ഷേ അതൊന്നും വന്നിട്ടില്ല. മാത്രമല്ല, ഏതോ ഒരു ബ്രാഹ്മണൻ നടത്തിയ ഒരു ദാനം ഗംഭീരമായിട്ടുണ്ട് എന്ന് കീരി പറയുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദാനം ഏതാണ് ഈ നാട്ടിൽ നടന്നത്, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കീരിയെ വിളിച്ചു. അപ്പോൾ കീരിയെ വിളിച്ചപ്പോൾ കീരി ഒരു കഥ പറയുകയാണ്.
ഒരു ദിവസം ഈ കീരി ഒരു കുറ്റിക്കാട്ടിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണുന്നുണ്ട്. ഒരു വീട്ടിലെ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മകളും ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഭക്ഷണമൊന്നുമില്ല, പട്ടിണിയാണ്. കുറേ ദിവസത്തെ പട്ടിണിക്ക് ശേഷം ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൽ പോയിട്ട് അവിടെ നിന്ന് ധാന്യമണികൾ, നെൽമണികൾ ഇങ്ങനെ ശേഖരിച്ച് നുള്ളിപ്പെറുക്കി കൊണ്ടുവന്നു. 4 പേരും കൂടി കൊണ്ടുവന്നു. അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അവർ ഭക്ഷണമുണ്ടാക്കി ഇങ്ങനെ വെച്ച സമയത്ത് അവിടേക്ക് ഒരാൾ ഒരു വഴിപോക്കൻ കടന്നു വന്നു. ഒരു വഴിപോക്കൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാനിന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ കുറച്ച് ഭക്ഷണം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സിസ്റ്റമുണ്ട്. മാത്രമല്ല അതിഥി ദേവോ ഭവ എന്നുള്ള ഒരു സംസ്കാരം കൂടിയാണല്ലോ. അപ്പോൾ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വന്ന അതിഥിയെ, ഈ വീട്ടിലെ വൃദ്ധനായിട്ടുള്ള ആതിഥേയൻ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളെ കഴുകിയിട്ട്, അതിഥിയെ സൽക്കരിക്കുകയാണ്, കാൽപാദങ്ങളെ കഴുകിയിട്ട് വീട്ടിനുള്ളിലേക്ക് കയറ്റിയിരുത്തി ഈ ഇദ്ദേഹത്തിൻ്റെ കുടുംബനാഥൻ്റെ ഭാഗം, അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭാഗം ഭക്ഷണം അതിഥിക്ക് കൊടുത്തു കഴിഞ്ഞു. അത് കുറച്ചേ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതിഥി പറഞ്ഞു, എനിക്ക് മതിയായിട്ടില്ല, വിശപ്പ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്കുള്ള ഭക്ഷണം കൂടി കൊടുത്തു. അതും കഴിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു വിശപ്പ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മകൻ്റെ ഭാഗം കൊടുത്തു. അപ്പോഴും വിശപ്പ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. മരുമകളുടെ ഭാഗം കൊടുത്തു. അതുകൂടി കഴിച്ചു. അതിഥി മടങ്ങിപ്പോയി. അപ്പോൾ ഈ കീരി ഇതെല്ലാം കാണുകയാണ്. അപ്പോൾ കീരി പോയിട്ട് ഒരു കൗതുകത്തിന് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ അതിഥിയുടെ കാൽപാദങ്ങൾ കഴുകിയ വെള്ളം അവിടെ കെട്ടിക്കിടപ്പുണ്ടല്ലോ, അതിൽ പോയിട്ട് വെറുതെ ഒന്ന് കുത്തിമറിഞ്ഞു. അപ്പോൾ കുത്തിമറിഞ്ഞു. ആ കൂടി ഇച്ചിരി വെള്ളമേ ഉള്ളൂ, വെള്ളമൊക്കെ പറ്റിപ്പോയി, ഇച്ചിരി വെള്ളമേ ഉള്ളൂ. ആ വെള്ളം പറ്റിയ ഭാഗം മുഴുവൻ സ്വർണ്ണ നിറമായി. കീരിയുടെ ശരീരം മുഴുവൻ സ്വർണ്ണമായി. അപ്പോൾ ഒരു ഭാഗം സ്വർണ്ണമായി, ഒരു ഭാഗം മറ്റേ വിധത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ കീരി അതിനുശേഷം ഈ മറ്റേ ഭാഗം കൂടി സ്വർണ്ണമാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഈ നാട്ടിൽ എവിടെ ദാനകർമ്മങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലും കീരി അവിടെ എല്ലാം പോയിട്ട് കുത്തിമറിയും. പക്ഷേ ഒരിടത്തൊന്നും പിന്നെ കീരിക്ക് സ്വർണ്ണമായിട്ടില്ല. അപ്പോഴെല്ലാം കീരി ഇങ്ങനെ പറയുന്നുണ്ട് അത്ര പോരാ എന്ന്. അപ്പോൾ സംഭവിക്കുന്നതിൻ്റെ മെസ്സേജ് മാത്രം എടുത്താൽ മതി. മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഇവിടെ കുരുക്ഷേത്രത്തിൽ വന്ന സമയത്ത് അവിടെ ധാരാളം ഉണ്ടായിരുന്ന സമ്പത്ത്, അതൊരു പക്ഷേ അവരധ്വാനിച്ചതായിരിക്കില്ല, അവർക്ക് പാരമ്പര്യമായിട്ടോ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടോ കിട്ടിയ സമ്പത്ത് അവരിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. മനസ്സിലായി? അതായത് ഒരുപാടുള്ളതിൻ്റെ ഒരു ചെറിയ ഭാഗം കൊടുത്തു. അങ്ങനെ കൊടുക്കണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, എങ്കിലും പറയാം. മറ്റെടുത്ത് അങ്ങനെയല്ല, ആ ഇല്ലായ്മയിൽ നിന്ന് പോലും കൊടുക്കാനുള്ള അവരുടെ മനസ്സ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, എത്ര കൊടുത്തു എന്നുള്ളത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുണ്ട് നമ്മുടെ മനസ്സും സാഹചര്യത്തിനും. അത് സൂചിപ്പിക്കുന്നത് ആ കഥയിലെ യുധിഷ്ഠിരന്റെ അഹംഭാവമാണ് അതിന് കാരണം എന്നാണ് പറയുന്നത്. എക്സാക്ട്ലി. അതുപോലെ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും ഒരുപാട് ദാനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതെല്ലാം ഫോട്ടോ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അതിന് ദാനമെന്ന് പറയാൻ പറ്റുന്നത്? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സാധാരണ പറയാറില്ല, ഒരു കൈ കൊടുക്കുന്ന മറുകൈ അറിയരുതെന്ന്. അപ്പോൾ എനിവേ, നമ്മൾ ദാനം കൊടുക്കുന്നത് കർമ്മയെ ഒന്ന് ഓവർകം ചെയ്യാൻ ഒരുപാട് സഹായിക്കും കേട്ടോ. ക്ലിയറായോ? ക്ലിയറായി സാർ. അപ്പോൾ ഈ ഇല്ലാത്ത നമുക്ക് ഒരു ദിവസം ഒരു വെബിനാർ വെക്കാം കേട്ടോ. ഓക്കെ. ഈ ഇല്ലായ്മ ഉള്ളവർക്ക് കൊടുക്കുന്നത് തന്നെയാണോ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്, അതോ ആവശ്യമുള്ളവന് കൊടുക്കണം? ആവശ്യമുള്ളവൻ ആവശ്യമുള്ള സമയത്ത് കൊടുക്കണം. ഒരാൾ വെള്ളം ചോദിച്ചാൽ അന്നേരം കൊടുക്കാതെ അത് മാറ്റി വയ്ക്കുകയും പിന്നെ ഇയാൾ മുങ്ങിച്ചാവാൻ തുടങ്ങുന്ന സമയത്ത് തലയിൽ വെള്ളം കൊണ്ടൊഴിച്ചു കൊടുക്കുകയും ചെയ്താൽ അതിൽ കാര്യമില്ലല്ലോ. ദാഹിക്കുന്ന ആൾക്കല്ലേ വെള്ളം കൊടുക്കേണ്ടത്. മനസ്സിലായി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മറ്റെന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയേണ്ടതുണ്ടോ? ആസ്ട്രൽ ട്രാവലിങ്ങിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയാണ് സാറേ. കൂടുതൽ ആവശ്യമെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യേണ്ടത്, സുരക്ഷിതമായിട്ട് ചെയ്യാനുള്ള മാർഗങ്ങളും അവിടെ എടുക്കേണ്ട മുൻകരുതലുകളും ഒക്കെ ചേർത്തിട്ട് നമുക്കിതുപോലൊരു വെബിനാർ വെക്കാം. അത് ആവശ്യമെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം നോക്കാം കേട്ടോ. താങ്ക് യു. മറ്റെന്തെങ്കിലും? ആകാശിക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ഇതുമായിട്ട് ആകാശിക് റെക്കോർഡ്സ് എല്ലാം ഇതിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ആകാശിക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഞാൻ ഈ പറഞ്ഞ രൂപരേഖകളെയാണ് ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അത് കിട്ടും. മറ്റെന്തെങ്കിലും? സാറ് സെൽഫ് ഹിപ്നോസിസിന്റെ ഒരു ക്ലാസ് സാർ എടുത്തിരുന്നല്ലോ. എനിക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, മിസ്സായി പോയി. അതിന് ക്ലാസ് ഉണ്ടാവും? അത് സെൽഫ് ഹിപ്നോസിസിന്റെ ക്ലാസ് ഇനിയും ഉണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ എൻ്റെ ചാനലിൽ വന്നാൽ അവിടെ സെൽഫ് ഹിപ്നോസിസിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിക്കുന്ന 2 വീഡിയോകളുണ്ട്.
ഒന്ന് സെൽഫ് ഹിപ്നോസിസ് എന്ത്, എന്തിന്, എങ്ങനെ. 2 സെൽഫ് ഹിപ്നോസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ 2 വീഡിയോകളുണ്ട്. യൂട്യൂബിൽ പോയിട്ട് അശോക് നാരായണൻ എന്ന് അടിച്ചാൽ എൻ്റെ ചാനൽ വരും. അതിലുണ്ട് 2-3 വർഷം മുൻപ് കൊടുത്താണ്. മാത്രമല്ല അതിൽ ഈ പറഞ്ഞ പോലെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. മറ്റെന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ശരി, അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്കിതുപോലുള്ള വെബിനാറുകൾ ഇടയ്ക്ക് ഇരിക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊന്ന് അറിയിക്കൂ. ആ വിഷയത്തിൽ അറിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള വെബിനാറുകൾ സംഘടിപ്പിക്കാം. അല്ലെങ്കിൽ പറ്റിയാൽ അറിയുന്ന ആളുകളെ വെച്ചിട്ട് വെബിനാറുകൾ സംഘടിപ്പിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ വെബിനാറിൽ എൻ്റെ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ സ്പെഷ്യലായിട്ടുള്ള വിഷയങ്ങളിൽ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ നിങ്ങൾക്കൊരു വെബിനാർ ഇതുപോലെ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിത്തരാം. കാരണം അറിവുകൾ പരമാവധി എല്ലാവരിലേക്കും എത്തട്ടെ. അതിനുള്ള അവസരം ഉണ്ടാക്കിത്തരാം. അത് നോക്കൂ. പിന്നെ ഈ വെബിനാറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവുമല്ലോ. ഹിപ്നോസിസിലോ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളിലുണ്ടാവുമല്ലോ. ശുഭചിന്ത, സമൃദ്ധി, ലോ ഓഫ് അട്രാക്ഷൻ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളിലുണ്ടാവുമല്ലോ. അതായത് ഗ്രൂപ്പുകളിലൊന്ന് പോസ്റ്റ് ചെയ്യൂ. 2 കാരണങ്ങളുണ്ട്. ഒന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ട്, ഒന്ന് പലപ്പോഴും ഇത്തരം അറിവുകളോട് വിമുഖത കാണിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരെ കൂടി നമുക്ക് അറിവിൻ്റെ മാർഗ്ഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി അതും ഒരു ദാനം തന്നെയാണ് കേട്ടോ. പറയൂ. ശരി, അപ്പോൾ എന്നാലേ എന്തെങ്കിലും ചോദിക്കുകയാണോ ആരെങ്കിലും? സാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. പറയൂ. ഈ നമ്മൾ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ട്രോമ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും ഈ ഹിപ്നോതെറാപ്പിയിലാണോ അത് ക്ലിയർ ചെയ്യുന്നത്? ഹിപ്നോതെറാപ്പിയിലും ക്ലിയർ ചെയ്യാം. ഹിപ്നോതെറാപ്പി തന്നെ വേണമെന്നല്ല. ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിയിൽ ഒരുപാട് ടൂളുകളുണ്ട്. അതിൽ ഒരു ടൂളാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. അത് സാഹചര്യങ്ങൾക്കും വ്യക്തികൾക്കും ഒക്കെ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യണം ഏത് ടൂളാണ് വേണ്ടതെന്നുള്ളത്. അവിടെയാണൊരു പ്രൊഫഷണലിൻ്റെ കഴിവ്, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഹിപ്നോസിസ് നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ. ഇനി സാർ ഹിപ്നോസിസ് ക്ലാസ് റീസെന്റ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഹിപ്നോസിസ് ഡിസംബർ പകുതിക്ക് ശേഷം ഉണ്ടാകും. കാരണം ഹിപ്നോസിസ് ഞാൻ കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരുന്ന മോഡ്യൂളിൽ ഒരു വ്യത്യാസം വരുത്തുന്നുണ്ട്. അവിടെ ഞാൻ ബേസിക് ക്ലാസ് ചെയ്തിരുന്നത് ഒരു 1 ഡേ സെഷനായിട്ടാണ്. അപ്പോൾ അതിലൊരു വ്യത്യാസം വരുത്തിയിട്ട് 2 ഡേ സെഷനായിട്ട് ചെയ്യാനുള്ളൊരു മോഡ്യൂൾ തയ്യാറാക്കുകയാണ്. അതിൻ്റെ വർക്കിലാണ്. അപ്പോൾ ഓഫ്ലൈൻ ആണോ സർ? അത് ഓഫ്ലൈനാണ്. ഇനി ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈൻ ഓൾറെഡി ഉണ്ട് കേട്ടോ. ഓൺലൈൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ചെറിയ ചെറിയ മോഡ്യൂളുകൾ. അത് കേൾക്കാൻ നമ്മുടെ ആപ്ലിക്കേഷനുണ്ട്. സാന്ത്വനം മൈൻഡ് കെയറിൻ്റെ ആപ്ലിക്കേഷനുണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ. അതിൽ വന്നിട്ട് ചെയ്യാൻ പറ്റും. സംശയങ്ങൾ ഗ്രൂപ്പിലോ ഇതുപോലെ നേരിട്ട് ഇതുപോലെയോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. വാട്സപ്പിലോ ഫോണിലോ ഒക്കെ ചോദിച്ചിട്ട് അത് മനസ്സിലാക്കാം. അത് വേണമെങ്കിൽ ഞാൻ എൻ്റെ കോർഡിനേറ്റർ നമ്പർ തരാം, ഒന്ന് നോട്ട് ചെയ്തോളൂ, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ ശരി, കോൺടാക്ട് ചെയ്തോളൂ. ഒരു മെഡിറ്റേഷൻ ക്ലാസ് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതായത് ചക്ര മെഡിറ്റേഷൻ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം നമ്മൾ ഉണ്ടാകുന്ന പല ബ്ലോക്കുകൾക്കും ഒരു കാരണം ചക്ര ബ്ലോക്സാണ്. മാത്രമല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, വളരെ ചില ട്രോമകളിലൂടെ കടന്നു പോകുമ്പോൾ, ചില ശാരീരിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ, അതുപോലെ തന്നെ മറ്റ് ചില പാരാനോമലായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അത് ഞാൻ മറ്റൊരിക്കൽ പറയാം, ഇപ്പം ഞാൻ ഒരുപാട് പറഞ്ഞു പോകുന്നില്ല. അപ്പോഴൊക്കെ ഈ ചക്രാസ് ബ്ലോക്ക് ആകും. ആക്ച്വലി ഈ ചക്രാസ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചവുമായിട്ട്, ഈ പ്രപഞ്ചബോധവുമായിട്ടുള്ള ബന്ധം നമുക്ക് എപ്പോഴും സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും പ്രത്യേകിച്ച് ഉറക്കത്തിൻ്റെ സമയത്തും എല്ലാം സംഭവിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾക്ക് അപ്ഡേഷൻ വരുന്നുമുണ്ട്. അതായത് നമുക്കൊരു ഫോൺ ഉണ്ടെന്ന് കരുതുക, ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെന്ന് കരുതുക, ആൻഡ്രോയിഡ് ഏതെങ്കിലും ഒരു ഫോൺ ഉണ്ടെന്ന് കരുതുക. ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നേ ഇല്ല, ഇത് അപ്ഡേഷൻ സംഭവിക്കുന്നേ ഇല്ല. നെറ്റുണ്ട്, ബട്ട് നെറ്റ് ഉണ്ടോ അറിയില്ല, അല്ലെങ്കിൽ അപ്ഡേഷൻ ചെയ്യുന്നേ ഇല്ല. എന്താ സംഭവിക്കുക? കുറച്ച് നാൾ കഴിയുമ്പോൾ ഹാങ് ആവും, പിന്നെ സ്ലോ ആകും, പിന്നെ പുതിയ സംഗതികളൊന്നും അതിൽ വർക്ക് ചെയ്യില്ല. ഇതെല്ലാം സംഭവിക്കില്ലേ? പക്ഷേ നിരന്തരം അപ്ഡേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നൊരു ഫോണാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. ഒരു ഡിഫക്റ്റ് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലിയർ ചെയ്യും.
ബട്ട് ഈ ചക്രാസ് ബ്ലോക്ക് ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരി കോസ്മിക്കുമായിട്ടുള്ള കണക്ഷനിൽ കുറവ് വരും, ബന്ധത്തിൽ കുറവ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ബ്ലോക്ക് വരും, ഒത്തിരി കാര്യങ്ങളിൽ ബ്ലോക്ക് വരും. നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, ആകെ ഒരു മൂടൽ പോലുള്ളൊരവസ്ഥയായിരിക്കും. നിങ്ങൾക്ക് ബിസിനസ് നന്നായിട്ട് നടന്നു വന്നിരുന്ന ബിസിനസ്സായിരിക്കും പെട്ടെന്ന് ഡൗൺ ആയി പോയിട്ടുണ്ടാകും. ഇങ്ങനെ ഒരുപാട് സംഗതികൾ അവിടെ സംഭവിക്കും. അപ്പോൾ ഇതിനെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അത്. എൻ്റെ കരട് രൂപരേഖ തയ്യാറായി വരുന്നതേ ഉള്ളൂ. ഞാൻ കരുതുന്നത് നമുക്കിതുപോലെയുള്ള വെബിനാറുകൾ തന്നെയാണ്, ബട്ട് അത് പെയ്ഡ് വെബിനാർ ആയിരിക്കും. ഒരു 8 ആഴ്ചകളിലായിട്ട് 2 മാസത്തെ ഒരു കോഴ്സായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് രാവിലെകളിലായിരിക്കും എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഡിസൈഡ് ചെയ്ത് വരുന്നത് രാവിലെ ഒരു 5:30 മുതൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 6 മുതൽ 1 മണിക്കൂറോ ഇതുപോലെ നമ്മൾ വെബിനാറിലിരിക്കുക. അവിടെ കൃത്യമായിട്ടുള്ള ഒരു തിയറട്ടിക്കലായിട്ടുള്ള ക്ലാസ് ഉണ്ട്. തിയറട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് തിയറി എന്നല്ല, എന്താണ് ഓരോന്നിൻ്റെയും കാര്യങ്ങൾ, അതിൻ്റെ പ്രവർത്തനം എന്താണ്, അത് ബ്ലോക്ക് ആകാനുള്ള സാധ്യതകൾ, അതെങ്ങനെ ആക്റ്റീവ് ആക്കാൻ തുടങ്ങിയ കാര്യങ്ങളും അത് ആക്റ്റീവ് ആക്കാനുള്ള ഒരു മെഡിറ്റേഷനും ഇപ്പോൾ ഇന്ന് ചെയ്തു എന്ന് വിചാരിച്ചുള്ളൂ. ഈ മെഡിറ്റേഷൻ ഈ ചക്രയിൽ നിങ്ങൾ ഈ ഒരാഴ്ച ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ആഴ്ച നമ്മൾ മറ്റൊരു ചക്രയെക്കുറിച്ച് പഠിക്കുന്നു. ആദ്യത്തേതും രണ്ടാമത്തേതുമായിട്ടുള്ള ആക്ടിവേഷൻ നമ്മുടെ ചെയ്യുന്നു. അങ്ങനെ 8 ആഴ്ച കൊണ്ട് നമ്മളത് കറക്റ്റ് ചെയ്ത് വരുന്നു. ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വെബിനാറിൽ ലൈവ് നമുക്ക് മനസ്സിലാക്കാം, ലൈവ് മെഡിറ്റേഷനിലേക്കും പോകാം. ഇനി ലൈവ് പങ്കെടുക്കാൻ പറ്റാതിരിക്കുകയോ വിട്ടുപോവുകയോ ചെയ്താൽ അതിൻ്റെ റെക്കോർഡിങ്സ് ആപ്ലിക്കേഷൻ വഴി തരും. അതുപോലെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രൂപ്പും ഫോം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, നോക്കാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ബിന്ദു ടീച്ചറാണോ? ശരി. അപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും അത് വൈകാതെ തന്നെ മോഡ്യൂളൊന്ന് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാം കേട്ടോ. ശരി. മറ്റെന്തെങ്കിലും കൂടുതൽ ആർക്കെങ്കിലും അറിയേണ്ടതുണ്ടോ? പറയൂ മാം. സാറിന്റെ ബുക്കിന്റെ കാര്യം പറഞ്ഞല്ലേ, അതില് ബ്രെയിനിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിലോ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാനോ? അതായത് ബ്രെയിനിന് കുറേ പ്രത്യേകതകളുണ്ട്. ഇപ്പം സിമ്പിളി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു കുട്ടി, ഒരു സ്റ്റുഡൻറ്റ് ഒരു വികൃതി കാണിക്കുന്നു. അവനോട് ഇപ്പോൾ ഒരു കുട്ടി ഒരുത്തിനെ തല്ലി, അടുത്തിരുന്നവനെ തല്ലി, അവനോട് എന്ത് പറയും? ഒറ്റ വാക്കിൽ എന്ത് പറയും? അങ്ങനെ ചെയ്യാൻ പാടില്ല. എക്സാക്ട്ലി. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറയൂ. ഞാൻ കറക്റ്റ് ചെയ്തുതരാം, ഞാൻ പറഞ്ഞുതരാം. സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്ത് പറയും? ഞാൻ അതൊന്നുമല്ല ചോദിക്കുന്നത്. ഒറ്റ വാക്കിൽ നമ്മൾ അവനോട് പറയണം, അവനൊന്ന് കറക്റ്റ് ചെയ്യണം. ഒറ്റ വാക്കിൽ നമ്മൾ എന്ത് പറയും അവനോട്? എന്ത് ചെയ്യരുതെന്ന്? ഇനി മേലിൽ ചെയ്യരുത് അല്ലെങ്കിൽ തല്ലരുത് എന്ന് പറയും അല്ലേ? ഇവിടെ സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ഒരു ഭാഷയുണ്ട്. ബ്രെയിനിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങളും വികാരങ്ങളുമാണ് ബ്രെയിനിൻ്റെ ഭാഷ. അപ്പം തല്ലരുത് എന്ന് പറയുമ്പോഴും എന്താ ചിത്രം വരുന്നത്? തല്ലുന്നതിൻ്റെ ചിത്രമാണ് വരുന്നത്. അവിടെ മാറ്റം വരാൻ പോകുന്നുണ്ടോ? രണ്ട്, നമ്മുടെ ബ്രെയിൻ മിക്കവാറും സമയങ്ങളിൽ നേരിട്ട് കിട്ടുന്ന നിർദ്ദേശങ്ങളാണ് സ്വീകരിക്കുന്നത്. അപ്പം നമ്മൾ തല്ലരുതെന്ന് പറയുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് എന്ത് ചിത്രമാണ് അവിടെ കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. രണ്ട്, എന്ത് ചെയ്യണമെന്ന് നമ്മളവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇന്ന് വരെ ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുത്തോ എന്ത് ചെയ്യണമെന്നുള്ളത്? യെസ്, ഇതാണ് കാര്യം. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് സിമ്പിളായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തന്ന കാര്യം. ഇതുപോലെയുള്ള ഒത്തിരി പ്രത്യേകതകളുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് മാനേജ് ചെയ്യേണ്ടത്, അവിടെ എങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കണം, അതിൻ്റെ കൃത്യമായിട്ട് ഇങ്ങനെ കൊടുക്കണമെന്നുള്ളത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കാര്യകാരണ സഹിതം ഞാനിപ്പോൾ പറയുകയാണ്. ഇങ്ങനൊരു കുട്ടിയോട് ആ വിധത്തിലല്ല പറയേണ്ടത്, ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ തലകുലുക്കി വയ്ക്കും. അതേസമയം അതിൻ്റെ കാരണം കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ അങ്ങനെ പറയാം, അത് നാച്ചുറലി നമ്മൾ അങ്ങനെ തന്നെ സംഭവിക്കും. ഇതുപോലെ കാര്യകാരണ സഹിതം, ഉദാഹരണങ്ങൾ സഹിതം, കേസ് ഹിസ്റ്ററീസ് സഹിതം ഉള്ള വിശദീകരണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതാണ്. ക്ലിയർ ആയോ? ശരി. താങ്ക് യു. പ്രീ ബുക്കിംഗിന്റെ നമ്പർ ഒന്നുകൂടി പറയാ. പ്രീ ബുക്കിന്റെ നമ്പർ 79941 68611
799416861. ശരി, മറ്റെന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? അപ്പോൾ തൽക്കാലം എന്നാൽ നമുക്ക് പിൻവാങ്ങാമെന്ന് തോന്നുന്നു. ഒരുപാട് സമയമായി, നമ്മൾ പറഞ്ഞതിൽ മധ്യം ഒരുപാട് സമയമായി. ഒത്തിരി പേര് എൻ്റെ മുന്നിലുണ്ട്. വളരെ ക്ഷമയോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി പുഞ്ചിരിച്ച മുഖങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തു തന്നെയായാലും ഇത്രയും സമയം വളരെ ക്ഷമയോടും സന്തോഷത്തോടും കൂടി എൻ്റെ മുന്നിൽ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വേദിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക് നാരായൺ. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഗ്രൂപ്പിലിട്ടേക്കൂ കേട്ടോ. താങ്ക് യു.